ഇന്നലെ നമ്മൾ കോമ്പിനേഷൻ സർക്യൂട്ട് തീർത്തു. ഇന്ന് നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ടിലേക്ക് പോവാണ്. ഇപ്പൊ സീക്വൻഷ്യൽ സർക്യൂട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നു. സീക്വൻഷ്യൽ സർക്യൂട്ടിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്തൊരു ചെറിയ മെമ്മറി ഉണ്ടാവും. കോമ്പിനേഷൻ സർക്യൂട്ട് മീൻസ് സഡൻ റെസ്പോൺസ് ടു ഓർ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടു ഓർ ഡയറക്റ്റ് റെസ്പോൺസ് ടു ദ ഇൻപുട്ട് കണ്ടീഷൻസ്. ഇൻപുട്ട് കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണോ അതനുസരിച്ചുണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സർക്യൂട്ട്സിനെയാണ് നമ്മൾ കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു ചെറിയ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു മെമ്മറി ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെമ്മറി ആയിട്ട് ആക്ട് ചെയ്യുന്നു. മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മെമ്മറി നിങ്ങൾ അസ്യൂം ചെയ്യരുത്. ഒരു ചെറിയ ബഫറിങ് മാത്രം. അത് ആക്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് ആയിരിക്കും. അവിടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവും. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ ഇങ്ങനെയുള്ള സർക്യൂട്ട്സ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്, കൗണ്ടേഴ്സ്, റോം മെമ്മറീസ് അല്ലെങ്കിൽ ലാച്ചുകൾ, അങ്ങനെയുള്ള സർക്യൂട്ടുകളെല്ലാം തന്നെ സീക്വൻഷ്യൽ സർക്യൂട്ടിന്റെ അണ്ടറിൽ വരുന്നതാണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നാണ് നമ്മൾ അടുത്തുള്ള സർക്യൂട്ടുകളെല്ലാം ജനറേറ്റ് ചെയ്തു വരുന്നത്. അപ്പൊ ഇവിടെ രണ്ട് ടേംസ് അവർ പറയുന്നുണ്ട്, ഫ്ലിപ്പ് ഫ്ലോപ്പും ഉണ്ട്, ലാച്ചും പറയുന്നുണ്ട്. സോറി, ഇവിടെ ലാച്ചസ് എന്നൊരു ടേമും ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നൊരു ടേമും പറയുന്നുണ്ട്. ഇവിടെ ലാച്ച് എന്ന് പറഞ്ഞാൽ നോൺ ക്ലോക്ക് ഡിവൈസസിനെയാണ്. ഒരു ക്ലോക്ക് ഒന്നും അവിടെ ഉണ്ടായിരിക്കത്തില്ല. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക്ഡ് ലാച്ചസിനെയാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇവർ സീക്വൻഷ്യൽ സർക്യൂട്ടിന്റെ ഡെഫിനേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈസ് ആൻ ഇന്റർകണക്ഷൻ ഓഫ് കോമ്പിനേഷണൽ സർക്യൂട്ട് ആൻഡ് സ്റ്റോറേജ് എലമെന്റ്സ് called flip-flops store binary information that indicate the state of sequential circuit at a point of time. So sequential സർക്യൂട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് കറണ്ട് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാ സർക്യൂട്ടിനെയും പോലെ അല്ലെ, ഇൻപുട്ട് ഒരു ഫാക്റ്റാണ്. കറണ്ട് ഇൻപുട്ടിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പ്ലസ് പ്രീവിയസ് ഔട്ട്പുട്ട്, പ്രീവിയസ് സ്റ്റേജ് എന്തായിരുന്നു അല്ലെ പ്രീവിയസ് സ്റ്റേറ്റ് എന്തായിരുന്നു അതിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് അതിന്റെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇതിന്റെ അകത്ത് ഒരു ക്ലോക്ക് പൾസ് എന്ന് പറയുന്ന ഒരു കേസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ അറിയുന്നത്. സിങ്കർണൈസേഷൻ എന്താണെന്ന് അറിയണം, ആദ്യം ക്ലോക്ക് പൾസ് അറിയണം. എന്താണ് ഒരു ക്ലോക്ക് എന്ന് പറയുന്നത്? ക്ലോക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ഡിജിറ്റൽ സിഗ്നൽ ആണ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ വേവ് ആയിരിക്കും. ഈ സ്ക്വയർ വേവിന്റെ പ്രത്യേകത ഈ ഹൈ വാല്യൂ അല്ലെ ഹൈ ഗോയിങ് എൻഡിന്റെ ടൈമിങ്ങും ഇവിടെ ഈ ലോ ഗോയിങ് അല്ലെങ്കിൽ ഡൗൺ ഗോയിങ് അതിന്റെ ടൈമും ടി എന്ന് പറയുന്ന ടൈം സെയിം ആയിരിക്കും. അപ്പോൾ ഒരു 1 നാനോ സെക്കൻഡ് അത് ഹൈ കാണിക്കുമെങ്കിൽ അടുത്ത 1 നാനോ സെക്കൻഡ് അത് ലോ ആയിരിക്കും. ഇപ്പോൾ നമ്മളുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ എന്താ പറയാ, ഒരു സ്ക്വയർ വേവ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ പൾസ് ഒരു സ്ക്വയർ വേവ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ ഈ ഒരു ക്ലോക്കിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്കിത് കൗണ്ട് ചെയ്യാൻ പറ്റും, കറക്റ്റ് കൗണ്ട് ആണ്. പക്ഷെ നമ്മുടെ സൗണ്ട് ഒക്കെ കണ്ടോ അത് ഇതുപോലെയൊക്കെ ഇരിക്കും അല്ലെ, ഇങ്ങനെ അനലോഗ് സിഗ്നൽസ് ECG പോലെ ഇരിക്കും. ഇതിന് വല്ല പ്രത്യേകിച്ച് കൗണ്ട് വല്ലതും ഉണ്ടോ? ഇതെല്ലാം സെപ്പറേറ്റ് ഹൈക്ക് അല്ലെങ്കിൽ ഫ്രീക്വൻസിയിൽ പോയിട്ട് തിരിച്ചു വരുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ലോയും ഹൈയും നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു ക്ലോക്ക് സിഗ്നൽ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു മെത്തേഡ് അനുസരിച്ച് നമുക്ക് രണ്ട് രീതിയിലുള്ള സീക്വൻഷ്യൽ സർക്യൂട്ട് ഉണ്ട്, സിങ്ക്രണസും എസിങ്ക്രണസും. സിങ്ക്രണസും ഉണ്ട്, എസിങ്ക്രണസും ഉണ്ട്. അപ്പം ഈ എസിങ്ക്രണസ് ആണ് ആദ്യം നമ്മൾ പറഞ്ഞ ലാച്ച് എന്നൊക്കെ പറഞ്ഞു. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ക്ലോക്കോ കൺട്രോളോ ഒന്നുമില്ല. നമ്മളൊരു സർക്യൂട്ട് ഡിറൈവ് ചെയ്യുന്നു, അതനുസരിച്ച് അത് വർക്ക് ചെയ്യുന്നു. ഒരു എക്സ്റ്റേണൽ കൺട്രോൾ അല്ലെങ്കിൽ അതിനൊരു ക്ലോസിങ് ഓപ്പണിങ് അങ്ങനെയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഗേറ്റ് ഇല്ലാത്ത വീട് പോലെ, ചുമ്മാ ഇങ്ങനെ ആർക്ക് വേണേലും എപ്പോഴും കയറി വരാം, ഇറങ്ങിപ്പോവാം.
ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടെങ്കിൽ ഗേറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് അതിലേക്ക് എൻട്രി അലവബിൾ ആവുള്ളൂ. എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് സർക്യൂട്ട്സിന്റെ കേസിൽ ഇവിടെ ക്ലോക്ക് പൾസ് വെച്ച് കൺട്രോൾ ചെയ്യുന്നു ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിസൈൻ ഓഫ് ദ സർക്യൂട്ട് വെദർ ഇറ്റ് ഈസ് നെഗറ്റീവ് എഡ്ജ് ക്ലോക്ക് ട്രിഗേർഡ് പൾസ് ട്രിഗേർഡ് ഓർ പോസിറ്റീവ് പൾസ് ട്രിഗേർഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ക്ലോക്കിലാണോ അത് ട്രിഗർ ചെയ്യുക, നെഗറ്റീവ് ക്ലോക്കിലാണോ അത് ട്രിഗർ ചെയ്യുക, അതിനെ ബേസ് ചെയ്ത് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലോസ് ചെയ്യുകയോ ഓപ്പൺ ആക്കുകയോ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ക്ലോക്ക് പൾസ് തന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇതിപ്പോ ലോയിന്ന് ഇങ്ങനെ ഹൈയിലേക്ക് വരുക കണ്ടോ. ഇതിനെ റൈസിങ് എഡ്ജ് അല്ലെങ്കിൽ ട്രെയിലിംഗ് ലീഡിങ് എഡ്ജ് എന്നൊക്കെ പറയും. ലീഡിങ് എഡ്ജ് ഇവിടെ ഇതിങ്ങനെ താഴോട്ട് പോരുവാണ്. ഇതിനെ ഫോളിങ് എഡ്ജ് അല്ലെങ്കിൽ ട്രെയിലിംഗ് എഡ്ജ് എന്ന് പറയും. അപ്പം നമുക്ക് നമ്മുടെ സർക്യൂട്ടിനെ പല രീതിയിൽ ഡിസൈൻ ചെയ്യാം. ചിലപ്പോൾ ഹൈ ഗോയിങ് എഡ്ജിലാണ് അത് ട്രിഗർ ചെയ്യിപ്പിക്കേണ്ടെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്യാം, ലോ ഗോയിങ്ങിലാണ് അങ്ങനെ ചെയ്യാം. ഇനി അങ്ങനെയല്ല, ഇതിങ്ങനെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ഇവിടം തൊട്ട് ഇവിടം വരെ ഇത് ഹൈ ആണ്, അപ്പൊ ഇത് പൾസ് ട്രിഗേർഡ് എന്ന് പറയും. പൾസ് ട്രിഗേർഡ് ക്ലോക്ക് പൾസ് എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ ലാച്ചസ് ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പൊ ഈ ലാച്ചിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അറ്റ് എ ടൈം അതിന് ഒരു ബിറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, എയ്തർ 1 or 0. ഇപ്പൊ ഒരു ലാച്ചില് ഒരു 1 ബിറ്റാണ് 1 ആണ് സ്റ്റോർ ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ സ്റ്റേജ് ഹൈ ആണ് എങ്കിൽ ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ചെയ്തു എന്നും, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പില് 0 ആണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെങ്കിൽ അത് റീസെറ്റ് ചെയ്തു എന്നുമാണ് പറയുക. ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ചെയ്തു എന്നാണ് നമ്മൾ പറയുക. അപ്പൊ ഇതാണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടെക്നിക്കൽ ടേംസ്. When a latch is said to be set means it can store a 1 binary 1. If it is said to be reset, it can store a 0. ഇതിനെയാണ് നമ്മൾ എന്താ ലാച്ചിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആവുന്നത്, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആവുന്നത്? ഈ ലാച്ചൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒക്കെ നമുക്ക് പല ഗേറ്റുകൾ വെച്ചിട്ട് റിയലൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നോർ ഗേറ്റോ ഓർ ഗേറ്റോ നാൻഡോ ആൻഡോ ഒക്കെ വെച്ച് ചെയ്യാം. ഇവിടെ ഇപ്പൊ ഇവർ ചെയ്തേക്കുന്നത് ഒരു നോർ ഗേറ്റ് വെച്ചിട്ടുള്ള ഒരു റിയലൈസേഷൻ. ഞാൻ ഈ ഫിഗർ ഒന്നും ഇനി വരച്ച് സമയം കളയുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു. ഇതാണ് അതിന്റെ ട്രൂത്ത് ടേബിൾ തന്നേക്കുന്നത്. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് 2 ഇൻപുട്ട് ഉണ്ടാവും, റീസെറ്റ് ഇൻപുട്ടും സെറ്റ് ഇൻപുട്ടും ഉണ്ടാവും. അപ്പൊ ഇവിടെ സെറ്റ് ഇൻപുട്ട് ഹൈ ആവുന്ന കേസിൽ ഉണ്ടോ, ഇതാണ് സെറ്റ്. ഈ സെറ്റ് ഇൻപുട്ട് ഹൈ ആവുന്ന കേസിൽ ഈ ക്യൂ എന്ന് പറയുന്നത് ഇത് ഹൈ ആയിരിക്കും. അപ്പോൾ ഇത് സെറ്റ് സ്റ്റേജിലാണെന്ന് പറയും. സെറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിനൊരു 1 സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഈ റീസെറ്റ് ഇൻപുട്ട് ഹൈ ആവുന്ന കേസിൽ എന്ത് സംഭവിക്കും, ഈ ക്യൂ ബാർ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഹൈ ആവും. അപ്പോൾ ഇത് റീസെറ്റ് ചെയ്തു, അവിടെ കണ്ടോ, റീസെറ്റ് ചെയ്തു എന്ന് പറയും. അപ്പം അതിന്റെ അർത്ഥം അതൊരു ബൈനറി 0യെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പോൾ 1 1 വന്നു കഴിയുമ്പോൾ നമുക്ക് ഇനി ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല, അൺഡിഫൈൻഡ് സ്റ്റേജ് എന്നൊക്കെ പറയും. പിന്നെ 0 0 വരുമ്പോൾ എന്താ, 2 ഇൻപുട്ടിലും പ്രത്യേകിച്ച് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, അപ്പൊ നോ ചേഞ്ച് ഇൻ സ്റ്റേജ്, ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി ഇൻ ദ പ്രീവിയസ് സ്റ്റേജ്. ഇനി ഇത് കണ്ടോ, ഈ ഡയഗ്രാം കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഫീഡ്ബാക്ക് അല്ലെ, ഇതൊരു ഫീഡ്ബാക്കാണ്. ക്യൂ എടുത്തിട്ട് ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ പ്രീവിയസ് സ്റ്റേജ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇതിന്, കണ്ടോ. ഇതുകൊണ്ടാണ് ഈ സീക്വൻഷ്യൽ സർക്യൂട്ടിൽ ഒരു മെമ്മറി അല്ലെങ്കിൽ ഒരു സ്മോൾ ബഫറിംഗ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയുള്ള കാരണം അതാണ്. ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നു റീസെറ്റ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പൊ ഈ സെറ്റ് ഇൻപുട്ട് 1 ആവുന്ന കേസിൽ അസ്യൂം ദാറ്റ് ദ സെറ്റ് ഇൻപുട്ട് ഈസ് 1. അപ്പൊ അതിനു മുമ്പ് നോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാ വരിക? നോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ അറിയാവോ? പഠിച്ചു എല്ലാവരും? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല. വന്ന് 2 പേരായോ? ബാക്കി എല്ലാരും പഠിത്തം നിർത്തി പോയോ? നോർ ഗേറ്റ് ഉണ്ട്. നോർ ഗേറ്റിന്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് പറയാ? എയും ബിയും ഉണ്ട് അല്ലെ. ഔട്ട്പുട്ട് A+B ബാറാണ് ഒരു നോർ ഗേറ്റ്. 0 0 വരുമ്പോ എന്ത് പറ്റും? 1 ആണ് അല്ലെ. 1 0 വരുമ്പോ 0 ആണ്. 0 0 1 വരുമ്പോ 0, 1 1 വരുമ്പോ
0 അല്ലെ. ഇതാണ് അതിന്റെ നോർ ഗേറ്റ്. അപ്പൊ അത് പറയാൻ കാരണം ഇവിടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നോർ ഗേറ്റ് വെച്ചിട്ടാണ്. ഇവിടെ എസ് ഇൻപുട്ട് ഹൈ ആവുന്ന കേസ്, സപ്പോസ് ഞാൻ എസ് ഇൻപുട്ട് ഹൈ ആവുന്നു, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എസ് ഇൻപുട്ട് ഹൈ കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? Q1 ആയിരുന്നാലും Q0 ആയിരുന്നാലും ഇവിടെ ഓട്ടോമാറ്റിക്കലി അത് 0 ആയി പോകും. കാരണം ഒരു നോർ ഗേറ്റിന്റെ കേസിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാൽ അത് ഔട്ട്പുട്ട് 0 കാണിക്കും. അത് നോർ ഗേറ്റിന്റെ ക്യാരക്ടറാണ് അല്ലെ. അപ്പൊ ഇവിടെ Q എന്ത് തന്നെ ആയാലും ഒരു പ്രശ്നമില്ല. എസ് ഹൈ ആവുന്ന കേസിൽ ഔട്ട്പുട്ട് Q ബാർ 0 ആയി പോകും. ഈ Q ബാർ എന്ത് ചെയ്തേക്കുക? എടുത്ത് ഇവിടേക്ക് കൊടുത്തേക്കും. അപ്പൊ ഇത് 0 ആണ്. പിന്നെ S1 ആകുമ്പോൾ ഒബിയസ്ലി R0 നമ്മൾ ഇൻപുട്ട് കൊടുക്കും. 0 വന്നു കഴിയുമ്പോൾ ഇത് എന്താവും? 1 ആവും. എന്ന് പറഞ്ഞാൽ ഇവിടെ സെറ്റ് ഇൻപുട്ട് ഹൈ ആവുന്ന കേസിൽ Q ഔട്ട്പുട്ട് ഹൈ ആവും. അതായത് നിങ്ങളുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. ഇത് ഒരൊറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ്, SR ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രം, അല്ലെങ്കിൽ ലാച്ച് മാത്രം പഠിച്ചിരുന്നാൽ മതി. ബാക്കി മുഴുവൻ ഇതിൽ നിന്ന് ഉണ്ടാക്കി എഴുതാൻ പറ്റും. ഞാൻ സാധാരണ ഈ ഒരെണ്ണം ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാറുള്ളൂ. ബാക്കി തന്നെ പഠിക്കാനാണ് പറയുന്നത്. അതിനുള്ള നേരമുള്ളൂ. അപ്പൊ ഇത് ലാച്ചാണ്. ലാച്ച് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ എന്തില്ല, ഒരു ക്ലോക്ക് ഒന്നും കൊടുത്തിട്ടില്ല അല്ലെ. ക്ലോക്ക് ഉള്ളതിലേക്ക് നമുക്ക് പോവാം. ഇവിടെ കാണും. അപ്പൊ ഇവിടെ ട്രൂത്ത് ടേബിൾ ഉണ്ട്. ഓ, ഇപ്രാവശ്യം നിങ്ങളുടെ പുസ്തകമൊക്കെ ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ചെയ്തു കേട്ടോ. അതായത് നോർ ഗേറ്റിന്റെ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ട്രൂത്ത് ടേബിൾ ഒക്കെ തന്നിട്ടുണ്ട്. നോക്കി പഠിക്കാം, കുഴപ്പമൊന്നുമില്ല. ബുക്സ് കുറച്ചുകൂടി അവർ എക്സ്പ്ലെയിൻഡ് ആക്കി മാറ്റി. ഓക്കെ, അപ്പൊ ഇത്രയുള്ള അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ ക്ലോക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ SR ലാച്ച് വിത്ത് ക്ലോക്ക് നമ്മൾ പറയാറില്ല. ലാച്ച് ക്ലോക്ക് വന്നു കഴിയുമ്പോൾ അതിന് നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് പോകും. ഇത് കണ്ടോ, ഇതാണ് ക്ലോക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു സർക്യൂട്ടറിയാണ് ഇവിടെ കാണുന്നത്. ഉണ്ടോ? ഇത് ആൻഡ് ഗേറ്റ്. നമുക്ക് ആൻഡ് ഗേറ്റിന്റെ കാര്യം അറിയാം. നിങ്ങൾ എന്ത് ഇൻപുട്ട് കൊടുത്താലും ഒരു ഔട്ട്പുട്ട് ലോ ആണെങ്കിൽ ഇത് ഫുൾ ഔട്ട്പുട്ട് ലോ കാണിക്കും അല്ലെ. അപ്പൊ ഇവിടെ ക്ലോക്ക് ഉണ്ട്. ഇവിടെ ഇപ്പൊ സപ്പോസ് ഇത് ക്ലോക്ക് ഹൈ ആവുന്ന കേസിലാണ് നമ്മുടെ സർക്യൂട്ട് ട്രിഗർ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് കേസിൽ ക്ലോക്ക് ലോ ആണ്. നിങ്ങൾ ഇവിടെ 1ഉം ഇവിടെ 0യും കൊടുത്തു. ക്ലോക്ക് ലോ ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് വരില്ല. കാരണം നിങ്ങളുടെ ഈ ക്ലോക്ക് സർക്യൂട്ട് റെസ്പോണ്ട് ചെയ്യില്ല. കാരണം എന്താ? ക്ലോക്ക് ലോ ആയതുകൊണ്ട് ക്ലോക്ക് ലോക്ക് ചെയ്തിരിക്കുകയാണ്. എപ്പോഴാണോ ക്ലോക്ക് ഹൈ ആവുന്നത് ആ സമയത്ത് ഇവിടെ 1ഉം ഇവിടെ 0യും അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ അപ്ലൈ ചെയ്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ചെയ്യും. അതുപോലെ റീസെറ്റ് സ്റ്റേജ്. ഇപ്പൊ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ കൺട്രോൾ ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോ ഇതിനകത്തൊരു പ്രോബ്ലം നമ്മൾ കണ്ടിരുന്നു. അതായത് 2ഉം 1 വരുന്ന കേസിൽ, എസും ആറും 1 വരുന്ന കേസിൽ, if both S and R become 1, the next state or output is not defined. It is not defined എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. 2ഉം ഹൈ ആവുന്ന കേസിൽ ഇത് സെറ്റ് ആവുമോ റീസെറ്റ് ആവും. ഇത് ശരിക്കും ടോഗിൾ ചെയ്യാന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറിക്കൊണ്ടിരിക്കും. ഒരു ക്ലോക്ക് പൾസിൽ തന്നെ, ഒരു ക്ലോക്ക് പൾസ് എന്ന് പറഞ്ഞാൽ അത് ഹൈ ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് സെറ്റ് ആവുകയോ റീസെറ്റ് ചെയ്യുകയോ ചെയ്യും. അപ്പൊ എന്താ കുഴപ്പം? ഉറപ്പില്ലാത്ത ഒരു സംഭവത്തിന് നമുക്കൊരു ഡിജിറ്റൽ സർക്യൂട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഈ ഡി ലാച്ച് അല്ലെങ്കിൽ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വന്നത്. ഇതിനെ ഡേറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയും. ഇവിടെ പ്രത്യേകത കണ്ടോ, ഒരൊറ്റ ഇൻപുട്ടേ ഉള്ളൂ. ഡി എന്ന് പറയുന്ന ഒരു ഇൻപുട്ടേ ഉള്ളൂ. അതിനെ നെഗേറ്റ് ചെയ്ത് അല്ലെ ഇൻവേർട്ട് ചെയ്ത് എന്ത് ചെയ്തേക്കുവാണ്? അടുത്ത ഇൻപുട്ടിലേക്ക് കൊടുത്തിരിക്കുക. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം എന്ന് എന്താ പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ഉം 1 വരുന്ന ഒരു കേസ് ഇല്ല. ഇത് 0 ആയാൽ ഇത് 1 ആവും, ഇത് 1 ആയാൽ ഇത് 0 ആവും. അപ്പൊ ഫോർബിഡൻ അല്ലെങ്കിൽ നമുക്ക് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജ് നമുക്ക് അവിടെ ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. The latches suffer from problem due to frequent changes of output. One output ഇവരിങ്ങനെ അതിന്റെ പ്രോബ്ലംസ് ഒക്കെ പറയാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് add more security in latches, so the changes in state occurring the rising and falling edge of the clock pulses, and it is called edge triggered flip flop. ഈ പൾസ് ട്രിഗേർഡും ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെയാണ് കേട്ടോ പറയുന്നത്.
അതായത് അതിന്റെ വ്യത്യാസം ഇതാണ്. ഇതിപ്പോ നിങ്ങളുടെ ക്ലോക്ക് ആണെങ്കിൽ ഇതാണ് പൾസ് ട്രിഗേർഡ്. ഇത് ഹൈ ആകുമ്പോൾ അത് ട്രിഗർ ചെയ്യിപ്പിക്കും, പിന്നെ അടുത്ത ഹൈക്കാണ് അത് ട്രിഗർ ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ വരുമ്പോൾ അതിന് ഇനാക്റ്റീവ് ആണ്. ഇനി എഡ്ജ് ട്രിഗേർഡ് എന്ന് പറഞ്ഞാൽ ഈ ടേണിങ് ആയിട്ടുള്ളത് പോസിറ്റീവ് എഡ്ജ് വേണം, അതായത് ട്രെയിലിംഗ് വേണം, ലീഡിങ് വേണം എന്നുള്ളത് ഡിസൈനറുടെ ഇരിക്കും. ആ സമയത്ത് അത് ചേഞ്ച് ചെയ്യും. അപ്പൊ കുറച്ചുകൂടെ കൺട്രോൾ അവിടെ കൂടുതലുണ്ട്. മാത്രമല്ല ഇപ്പൊ 2 ട്രിഗറിങ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതൽ സമയം അല്ലെ കൂടുതൽ പ്രാവശ്യം നമുക്ക് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ എനേബിൾ ചെയ്യിപ്പിക്കാൻ പറ്റും. അതാണ് അവര് ട്രിഗറിങ്, എഡ്ജ് ട്രിഗേർഡ് എന്നുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചത്. പൾസും എഡ്ജും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കും. ഇവിടെ ബ്ലോക്ക് ഡയഗ്രം ഉണ്ട്, കണ്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ത്രികോണം പോലെ അല്ലെങ്കിൽ ഒരു ആരോ മാർക്ക് ഇട്ടാതെ ക്ലോക്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു ബബിളൂടെ കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ട്രിഗറിങ്ങിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഒരു ബബിൾ കൊടുത്ത് അത് നെഗേറ്റ് ചെയ്തു എന്നാണ്. അപ്പൊ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ്, ഇത് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ്. ഇവിടെ ഒരു ബബിൾ ഞാൻ ഇട്ട് കൊടുത്തു, അപ്പൊ അത് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണ്. പിന്നെ അതേപോലെ ഈ SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ചോട് പിടിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, T ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നൊക്കെ പറയുന്നത്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. JK ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, നേരെ മാസ്റ്റർ സ്ലേവിൽ പോവാണ്. ഓക്കെ, ഇത്ര മതിയായിരിക്കും നിങ്ങൾക്ക്. അപ്പൊ എന്തായാലും SR ഫ്ലിപ്പ് ഫ്ലോപ്പ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കാം. പിന്നെ എന്താണ് JK എന്ന് പറയാം. ഈ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓൾമോസ്റ്റ് SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഒരു ഫോർബിഡൻ കണ്ടീഷൻ ഇവിടെ നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എടുത്തു കളഞ്ഞു. JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ അകത്ത് അങ്ങനെ ഒരു ഫോർബിഡൻ കണ്ടീഷൻ അല്ലെ, അത് അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യുവാണ്. സിംഗിൾ ഇൻപുട്ട് കൊടുത്തിട്ടല്ല, അല്ലാതെ തന്നെ. പക്ഷെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഒരു കുഴപ്പമുണ്ട്. ഈ Jയും Kയും 1 ആവുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നം, മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ടോഗ്ലിംഗ്, പിന്നെ റേസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടേം അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ട്രിഗറിങ്ങിന്റെ സമയത്ത്, അതായത് ഒറ്റ പ്രാവശ്യം നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ട്രിഗർ ചെയ്യുമ്പോൾ തന്നെ അത് മൾട്ടിപ്പിൾ ടൈംസ് സെറ്റ് ആവാനും റീസെറ്റ് ആവാനായിട്ടുമുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് T ഫ്ലിപ്പ് ഫ്ലോപ്പ് കൊണ്ടുവന്നത്. ഈ T ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഒരു ഗുണം എന്താണ്? പ്രശ്നമല്ല, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഫ്രീക്വൻസി ഡിവൈഡർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യും. പിന്നെ കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ T ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉപയോഗിക്കാറുണ്ട്. അതിനകത്ത് പുസ്തകത്തിൽ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞങ്ങ് പോവുകയാണ്. ട്രൂത്ത് ടേബിൾ ഒക്കെ തന്നിട്ടുണ്ട്, പഠിക്കാം. പിന്നെ ഈ എക്സൈറ്റേഷൻ ടേബിൾ ഉണ്ട്. ഈ എക്സൈറ്റേഷൻ ടേബിള് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനൊന്നും വല്ലപ്പോഴും ചോദിച്ച് കണ്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോ ഇതുപോലെ തന്നെ അവരും തന്നിട്ടുണ്ടായിരുന്നു. എക്സൈറ്റേഷൻ ടേബിൾ എന്താന്ന് പറയാം. അതായത് നമുക്കിപ്പോ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് സ്റ്റേജിൽ ഇരുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ റീസെറ്റ് സ്റ്റേജിലേക്ക് വിടണം എന്നുണ്ടെങ്കിൽ അതിന്റെ S ഇൻപുട്ടിനും R ഇൻപുട്ടിനും ഒക്കെ കുറച്ച് ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരണം. അല്ലെ അതിന്റെ J ഇൻപുട്ടിനും K ഇൻപുട്ടിനും നമ്മൾ ചില ചേഞ്ചസ് കൊണ്ടുവരുമ്പോഴാണ് അത് സെറ്റിന്ന് റീസെറ്റിലേക്ക് പോകുന്നത്. അതുപോലെ അത് റീസെറ്റ് സ്റ്റേജിൽ നിന്ന് സെറ്റിലേക്ക് പോകുമ്പോഴും ഈ ഇൻപുട്ട് മാറൂലോ. അതിനെ നമ്മളൊരു ടാബുലാർ ഫോമിൽ എഴുതി വെച്ചാൽ കിട്ടുന്നത് എന്താണോ അതാണ് എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സൈറ്റേഷൻ ടേബിൾ എവിടെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കൗണ്ടർ ഒക്കെ ആണെങ്കിൽ അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സൈറ്റേഷൻ ടേബിൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഒരു കൗണ്ടർ ഇപ്പൊ ഞാൻ 1 0 എന്ന് പറഞ്ഞാൽ ആരാ 2 എന്ന് കൗണ്ട് ചെയ്തു, അത് 3 കൗണ്ട് ചെയ്യണേ 1 1 ആവണം അല്ലെ. അപ്പൊ എന്താ ചെയ്തേ, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇത് സെറ്റ് ചെയ്തു. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആയിരുന്നു, ഇവിടെ വന്നപ്പോ സെറ്റ് ചെയ്തു. കൊണ്ടോ, ഇതിവിടെ 1 എന്നാവണേ, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ചെയ്തു എന്ന് അതിന്റെ അർത്ഥം. അപ്പൊ ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ സെറ്റ് ചെയ്യിക്കാനായിട്ട് എസും ആറും എങ്ങനെ മാറ്റണം എന്നുള്ളത് അറിയണമെങ്കിൽ അതിന്റെ SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ ബൈ ഹാർട്ട് പഠിക്കണം. JK വെച്ചാണ് നിങ്ങൾ ആ കൗണ്ടർ ചെയ്യുന്നതെങ്കിൽ, കൗണ്ടർ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, അത് ചെയ്യുന്നതെങ്കിൽ ആ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിള്
ബൈ ഹാർട്ട് പഠിക്കണം. അതുപോലെ DQ ഉണ്ട്, TQ ഉണ്ട്. അതെല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടി വരും. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ എക്സൈറ്റേഷൻ ടേബിൾ വെച്ചിട്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു പേപ്പർ ആയിരുന്നു എനിക്ക് ഡിഗ്രിക്ക്. ഞാൻ ഇലക്ട്രോണിക്സ് ഡിഗ്രിയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് എക്സൈറ്റേഷൻ ടേബിൾ പഠിച്ചിട്ട് SR വെച്ച് ഡിസൈൻ ചെയ്യാൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുമായിരുന്നു. പണ്ടാണ് കേട്ടോ, നിങ്ങളുടെയൊക്കെ പ്രായം കാണും എൻ്റെ ഡിഗ്രിക്ക്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. ഇഗ്നോയുടെ MC ആണ് ഞാൻ ചെയ്തത്. അതിന് ഇത് ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഡിസൈനിങ് പഠിപ്പിച്ചായിരുന്നു, ഞങ്ങളെ ആരും പഠിപ്പിച്ചില്ല, ഞാൻ എല്ലാവരെയും പഠിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ 2 മാർക്കിന് എക്സൈറ്റേഷൻ ടേബിൾ വല്ലപ്പോഴും ഇവർ ചോദിക്കും. പക്ഷെ അത് പഠിച്ചില്ലേലും നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പൊ അത് നോക്കാം. ഇതിങ്ങനെയാണ് പഠിക്കുന്നത്, അല്ല ചെയ്യേണ്ടത്. പിന്നെ എക്സൈറ്റേഷൻ ടേബിൾസ് ഫോർ ബേസിക് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വേണമെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യാം. ക്യൂ ഇത് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നോട് പറഞ്ഞുതരാം. അതായത് ഇതിപ്പോ കറണ്ട് സ്റ്റേജിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവാം കേട്ടോ. 0 to 0 പോകുമ്പോൾ J0, അതായത് സെറ്റ് റീസെറ്റ് രണ്ടും, അതായത് പ്രീവിയസ് സ്റ്റേജിന് ഒരു ചേഞ്ചും. ക്യൂ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടാണ് കേട്ടോ, നമ്മളിപ്പോ കണ്ടില്ലേ, ഇതാ ഔട്ട്പുട്ടാണ്. അപ്പം അതിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ J0യും K ഡോൺ കെയർ എന്ന് പറയുന്ന ഒരു കേസിലേക്ക് വരും. ഡോൺ കെയർ കണ്ടീഷൻ K മാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. നിങ്ങളുടെ ആ K മാപ്പ് സിംപ്ലിഫിക്കേഷനിൽ ഡോൺ കെയർ അവർ പറഞ്ഞിട്ടില്ല, പക്ഷേ ഡോൺ കെയർ കാണിച്ചിട്ടുണ്ട്. ഡോൺ കെയർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് X അല്ല, ഡോൺ കെയർ എന്നാണ് വായിക്കുന്നത്. ഇത് 0യോ 1ഓ ആവാം, 0 ആവാം അല്ലെങ്കിൽ 1 ആവാം, ബേസ്ഡ് ഓൺ ദ റിക്വയർമെന്റ്. നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണോ അതനുസരിച്ച് എന്താവാം, ഈ ഡോൺ കെയർ എന്നുള്ളത് 0യോ 1ഓ ആയിട്ട് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മൾ ഈ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം പെയർ ആക്കാം, ക്വാഡ് ആക്കാം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഒരു തൊട്ടടുത്ത് ഒരു 3 1ഉം ഉണ്ട്, ഒരു ഡോൺ കെയറും ഉണ്ട്. ആ ഡോൺ കെയർ ഒരു 1 ആയിരുന്നു എങ്കിൽ അതിനെ ഒരു ക്വാഡ് ആക്കാമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അന്നേരം അതിനെ 1 ആയിട്ട് അസ്യൂം ചെയ്യുക, ക്വാഡ് ആക്കുക, സിംപ്ലിഫൈ ചെയ്യുക. അതാണ് ഡോൺ കെയറിന്റെ ഉദ്ദേശം. ഇനി ഡോൺ കെയർ ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഡിജിറ്റൽ സർക്യൂട്ട് ആയാലും ചില പർട്ടിക്കുലർ ഔട്ട്പുട്ട്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാറില്ല, എനിക്കത് വേണ്ട. പക്ഷേ അതിന്റെ കറസ്പോണ്ടിങ് ഇൻപുട്ട് കണ്ടീഷൻസ് അവിടെ ഉണ്ടാവും ഇല്ലേ? കാരണം എന്താ, നമ്മൾ ആ കാനോനിക്കൽ ഫോം ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ ഇൻപുട്സും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും അല്ലെങ്കിൽ എന്താ പറയാ നോർമൽ ഫോമിലും കോംപ്ലിമെന്റഡ് ഫോമിലും ഒരു സർക്യൂട്ടിൽ സാധാരണഗതിയിൽ എക്സിസ്റ്റ് ചെയ്യാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? അപ്പോൾ ഇവിടെ ഈ എക്സൈറ്റേഷൻ ടേബിൾ നമ്മൾ യൂസ് ചെയ്ത് ഡോൺ കെയർ ട്രൂത്ത് ടേബിൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കോംപ്ലിമെന്റഡ് ഫോമിലോ അല്ലെങ്കിൽ എന്താ നോർമൽ ഫോമിലോ ഒരു ഇൻപുട്ട് കണ്ടീഷൻ ഉണ്ടാവും, പക്ഷെ ഔട്ട്പുട്ട് നമുക്ക് വേണ്ട. അങ്ങനെയാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഔട്ട്പുട്ടിനെ നമ്മൾ ഡോൺ കെയർ ഇട്ട് കാണിക്കും. ഓക്കെ, ഇവിടെ അല്ലെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നില്ല, നമ്മൾ നോട്ട് ഡിഫൈൻഡ്, അതാണ് ഡോൺ കെയർ. ഇനിയിപ്പോ 0യിൽ ഇരുന്ന ഒരാൾ 1ലേക്ക് മാറി, അങ്ങനെ 1ലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ J എന്താവും, 1 ആയിരിക്കണം. K എന്തായാലും കുഴപ്പമില്ല, 0 ആയാലും 1 ആയാലും ഇത് 0യിൽ നിന്ന് 1ലേക്ക് മാറും. ഈ 1 to 0 സെറ്റ് ചെയ്ത ആൾ റീസെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ J അവിടെ ഉറപ്പായിട്ടും ഡോൺ കെയർ ആയിരിക്കും. K 1 ആവണമെന്ന് നിർബന്ധമാണ്. ഉണ്ടോ, 1 1 ആണെന്നുണ്ടെങ്കിൽ ഡോൺ കെയർ 0. ഇതാണ് അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. സെക്യൂർ പ്രോഗ്രസ് ഒക്കെ ഒന്ന് പഠിച്ചോണം. പിന്നെ ഈ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ മാസ്റ്റർ സ്ലേവ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ബ്ലൂറേ ഡിസ്ക് ഒക്കെ, അതായത് ഡബിൾ സർഫസിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ മീനിങ് എന്താ, ഈ എന്താ പറയാ,
മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പൊ ഈ മാസ്റ്റർ സ്ലേവിന്റെ പ്രത്യേകത, മാസ്റ്റർ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ സ്ലേവ് അത് റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ക്ലോക്ക് ശ്രദ്ധിച്ചോ, ഇവിടെ ക്ലോക്ക്, ഇവിടെ ഇത് പോസിറ്റീവ് ക്ലോക്കാ കൊടുത്തേക്കുന്നത്, പക്ഷെ ഇവിടെ കണ്ടോ ഇത് നെഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ നെഗേറ്റ് ചെയ്തിട്ടാണ് സ്ലേവിന് കൊടുത്തേക്കുന്നത്. അപ്പൊ ഒരു ഇതിപ്പോ ട്രിഗേർഡ് ക്ലോക്ക് ആണെന്ന് വിചാരിക്കാം. പൾസാണ് പഠിക്കാൻ നമുക്ക് ആദ്യമൊക്കെ പഠിക്കുമ്പോൾ. അപ്പൊ മാസ്റ്റർ പോസിറ്റീവ് പൾസ് ട്രിഗേർഡും സ്ലേവ് നെഗറ്റീവ് പൾസ് ട്രിഗേർഡും ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ക്ലോക്ക് പൾസിന്റെ പോസിറ്റീവ് എൻഡിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ഒക്കറൻസിൽ മാസ്റ്റർ സെറ്റ് ചെയ്യുകയോ റീസെറ്റ് ചെയ്യുകയോ ചെയ്യും. സപ്പോസ് മാസ്റ്റർ സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം, സ്ലേവ് ഐഡിയലായിരിക്കും. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തു ക്യൂ സെറ്റ് ചെയ്തു കണ്ടോ, ആ ക്യൂ നേരെ സ്ലേവിന്റെ സെറ്റിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ക്ലോക്ക് പൾസ് വരുമ്പോൾ എന്ത് വരും? മാസ്റ്റർ സെറ്റ് ചെയ്ത് തന്നെ ഇരിക്കും, അതിനും പ്രത്യേകിച്ച് ഒരനക്കവും ഇല്ല. പക്ഷെ സ്ലേവ് എന്ത് ചെയ്യും? സെറ്റ് ചെയ്യും. കണ്ടോ, ഈ അടുത്ത പോസിറ്റീവ് വരുമ്പോഴേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ മാസ്റ്റർ അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് എത്ര മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. 10110 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് സേവ് ചെയ്യുന്നെങ്കിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യാൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ച് റൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം അത് സെറ്റ് ചെയ്യണം, പിന്നെ റീസെറ്റ് ചെയ്യണം. സെറ്റ് റീസെറ്റ് കണ്ടോ, ഇങ്ങനെ അത് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണോ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിൽ വേണ്ടത് അത്. പക്ഷേ പോസിറ്റീവ് പൾസിൽ ഇവിടെ മാസ്റ്റർ മാത്രമേ റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ, നെഗറ്റീവ് പൾസിലാണ് അതേഴ്സ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, മാസ്റ്റർ സ്ലേവ് വരയ്ക്കാനും ഒക്കെ ചോദിക്കാറുണ്ട്. ട്രൂത്ത് ടേബിൾ എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ് കാണിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ട്രാൻസിഷൻ വരുമ്പോൾ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണെങ്കിൽ ആ ട്രിഗറിങ് സൈഡിൽ, ആ ട്രിഗർ ചെയ്യുന്ന പോയിന്റ്, പോസിറ്റീവിലേക്ക് ട്രിഗർ ചെയ്യുന്ന പോയിന്റിൽ മാത്രമായിരിക്കും ചേഞ്ചസ് ഉണ്ടാവുക. പോസിറ്റീവ് ആയിട്ടിരിക്കുന്നിടത്തോളം സമയം നോ ചേഞ്ച് ആണ്. അത്ര നേരം ഇപ്പൊ സെറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കും, റീസെറ്റ് ആണെങ്കിൽ റീസെറ്റ് ചെയ്തിരിക്കും. നെഗറ്റീവ് ക്ലോക്ക് കാണിച്ചേക്കുന്നുണ്ട്, ബബിൾ ഇട്ട് കാണിച്ചേക്കുന്നുണ്ട്. ഇനി സീക്വൻഷ്യൽ സർക്യൂട്ട് ഡിസൈൻ ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു കൗണ്ടറിനെ ഡിസൈൻ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. കൗണ്ടർ ഡിസൈൻ ചെയ്യുന്നത് ഞാൻ നാളെ ഒരു പേപ്പറിൽ ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നാളെ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഞാൻ ഇപ്പൊ ഡിസൈൻ ചെയ്ത് ഇരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി നേരം പോകും. Then examples of sequential circuits. ഏതൊക്കെയാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്സിന്റെ എക്സാമ്പിൾസ് എന്നാണ് പറയുന്നത്. രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക് പറഞ്ഞില്ല അല്ലെ, എന്നാ പറയാം. ഇപ്പൊ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഫ്ലിപ്പ് ഫ്ലോപ്സിന് സെറ്റ് ചെയ്യുക റീസെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് 2 സ്റ്റേജുകൾ ഉണ്ടെന്ന് പറഞ്ഞു. സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ബൈനറി ബിറ്റ് 1നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. റീസെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ബൈനറി 0യെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ ഇതൊരു ബൈനറി 1നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്ന് പറഞ്ഞു. ഈ ഫ്ലിപ്പ് ഫ്ലോപ്സിനെയൊക്കെ നമ്മൾ സ്ക്വയർ വെച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത്, ഇങ്ങനെ സ്ക്വയർ ഇട്ടാ കാണിക്കുന്നത്. ഇതൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എഫ്, ഇത് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇങ്ങനെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? 4 ബിറ്റ് അതിന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എന്നാ പറയാം അല്ലെ. അപ്പൊ എനിക്ക് 1011 ആണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അയ്യോ, പണിയായി. എന്റെ കയ്യിലൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. ഇതെന്റെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇതെന്റെ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതെന്താ ഒരെണ്ണം സ്ക്വയർ ഒരെണ്ണം
റെക്ടാങ്കിൾ എന്നൊന്നും ചോദിക്കരുത്, വരച്ചപ്പോൾ അങ്ങനെ ആയത്. എല്ലാം സ്ക്വയർ വരയ്ക്കുവാണ് നല്ലത്. ഇവിടെ ഞാൻ 1 0 1 1 സ്റ്റോർ ചെയ്താൽ സെറ്റ് റീസെറ്റ് സെറ്റ് സെറ്റ് എന്നാണ് ഇതിന്റെ മീനിങ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റാൻഡം ആക്സസ് മെമ്മറി അല്ലാന്ന്, ഇതിപ്പോ ഇലക്ട്രോണിക്സ് മെമ്മറി അല്ലേ. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആരാ? ഇലക്ട്രോണിക് മെമ്മറി. നമ്മൾ ഗേറ്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും ഒക്കെ റാം എന്ന് പറഞ്ഞാൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഗ്രൂപ്പിനെയാണ്, ഇതിപ്പോ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട് അല്ലെ, അതിനെയാണ് നമ്മൾ അറേ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ ഈ രജിസ്റ്റേഴ്സിന് ഓപ്പറേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുമ്പോൾ അത് ഒത്തിരി ബഫറിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ രജിസ്റ്റേഴ്സിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് അതിനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്യാറുണ്ട്. അതിൽ ഫസ്റ്റ് വണ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് സീരിയൽ ആയിട്ട് ഡേറ്റയെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഔട്ട്പുട്ട് കിട്ടുന്നത് സീരിയൽ ആയിട്ട് തന്നെയാണ്. സീരിയൽ ഇൻ സീരിയൽ ഔട്ട്. പിന്നെ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് സീരിയൽ ഇൻ പാരലൽ ഔട്ട്. ഇപ്പോൾ സീരിയൽ ആയിട്ട് ഡേറ്റ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. പാരലൽ ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ സിംഗിൾ ക്ലോക്ക് പൾസിൽ നമുക്ക് ഔട്ട്പുട്ട് നേരിട്ട് പോരും. പിന്നെ പാരലൽ ഇൻ, ഒറ്റ ക്ലോക്ക് പൾസിൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും ഡേറ്റ ഫീഡ് ചെയ്യുന്നു. സീരിയൽ ഔട്ട്, പാരലൽ ഇൻ, പാരലൽ ഔട്ട്. ഇത് ഓരോരുത്തർക്കും ഇതിന് ഓരോ യൂസ് ആണ്. നിങ്ങളുടെ ബുക്കിൽ ഒന്ന് നോക്കട്ടെ, പടം ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ വരയ്ക്കേണ്ടി വരും. ഫിഗർ ഉണ്ട്. Parallel load, shift of bits registers towards left to right. പാരലൽ ലോഡ് വെച്ചിട്ടുള്ള കണ്ടിട്ടാണ്. ഇത് പാരലൽ ലോഡാണ് തന്നിരിക്കുന്നത്. ഇതുണ്ട്, ഇതൊരു 4 ബിറ്റ് രജിസ്റ്ററാണ്. 1 2 3 4. ഇത് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്? ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിൽ ഇൻപുട്ട് ഏതാ? ഇതാണ്. ഉണ്ടോ? I1 I0 I1 I2 I3 നേരിട്ട് കൊടുത്തേക്കുക. സീക്വൻഷ്യൽ ആയിട്ടല്ല പോയേക്കുന്നത്, എക്സ്റ്റേണൽ ഇൻപുട്ട് കൊടുത്തേക്കുവാണ്. എപ്പോഴാണോ ക്ലോക്ക് സിഗ്നൽ അപ്പിയർ ആവുന്നത്, ഉണ്ടോ, ഇത് ക്ലോക്ക് സിഗ്നൽ എനേബിൾ ആവുന്നത് ഓൺ ദ സ്പോട്ടിൽ ഈ ബിറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതെങ്ങനെയാ ട്രാൻസ്ഫർ ചെയ്യുക? ഇങ്ങനെയാ ബിറ്റ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. ഇതാണ് നിങ്ങളുടെ ബിറ്റുകൾ 1 1 0 0. ക്ലോക്ക് പൾസ് എനേബിൾ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും സെറ്റ് ചെയ്യും, ഇത് രണ്ടും റീസെറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. കണ്ട, ക്ലിയർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ക്ലിയർ ചെയ്ത് വിടുക എന്നുവെച്ചാൽ എല്ലാം റീസെറ്റ് ചെയ്ത് വിടും. നിങ്ങൾ ഈ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടോ? ആരെയും? സെക്കൻഡ് സെം അല്ലേ? പഠിച്ചിട്ടുണ്ടോ? ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ മാം, അങ്ങനെ കാര്യമായിട്ട് പഠിപ്പിച്ചിട്ടില്ല. സി പൈത്തൺ ഉണ്ട്. സി എന്നാലും തുടങ്ങിയപ്പോ ഇങ്ങനെ വല്ലതും പഠിച്ചിട്ട് കാണുമല്ലോ. A = 0 ഇത്രയും പഠിച്ചിട്ടുണ്ടോ? ജസ്റ്റ് അത് അസൈൻമെന്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ല അതിന്റെ. അതിനകത്തുള്ളത് പഠിച്ചിട്ടുള്ളൂ, ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ല അതിന്റെ. ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്, എനിക്കറിയത്തില്ല ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോന്ന്. പിന്നെ ഉപദേശിക്കുന്നത് ശരിയുമല്ല, പക്ഷെ ഉള്ള സത്യം പറയാലോ, ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ചെയ്യുമ്പോൾ ആദ്യമേ അവര് നമ്മളോട് വായിച്ചു നോക്കാൻ പറഞ്ഞൊരു സാധനം തരുന്നുണ്ട്. അത് ആരും വായിച്ചു നോക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നും ആരും പഠിപ്പിക്കാൻ നിൽക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇപ്പൊ ഒരുപാട് എന്താ പറയാ, യൂട്യൂബ് ചാനൽസ് സി പഠിപ്പിക്കുന്നവർ, മലയാളത്തിൽ പഠിപ്പിക്കുന്നവർ അങ്ങോട്ട് പോകരുത്, ഇംഗ്ലീഷിൽ തന്നെ കേട്ട് പഠിക്കുക. അത് പഠിപ്പിക്കുന്നവരുണ്ട്, ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്.
അതെല്ലാം ഒന്നും നോക്കരുത്. ഒരു ട്യൂട്ടർ സൈറ്റിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, അതനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ ഉപദേശിച്ചതല്ല, സത്യം പറഞ്ഞ, അല്ലെങ്കിൽ ഈ പേപ്പർ കൈ കിട്ടത്തില്ല കേട്ടോ. ആകെ നിങ്ങളെല്ലാവരും ജോലി ചെയ്യുന്നവരായിരിക്കും, നിങ്ങൾക്ക് ഇവിടെ ജോലി ഇല്ലാതിരുന്ന് പഠിക്കുന്നവർക്ക് പോലും പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവര് പഠിപ്പിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അവര് ക്ലാസ് എടുക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. അപ്പൊ ഈ സാധനം പോലും പഠിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഇത് നെറ്റിൽ അവൈലബിൾ ആണ്. നെറ്റിൽ അവൈലബിൾ അല്ലെങ്കിൽ ചാറ്റ് GPT ചുമ്മാ പൊട്ട കണ്ടന്റ് ഉണ്ടാക്കാനിരിക്കാതെ അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഓരോ ഡൗട്ടിനും നിങ്ങളുടെ ഡൗട്ട് എത്ര ആപ്റ്റ് ആണോ അതനുസരിച്ചായിരിക്കും അത് മറുപടി തരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. ഇനി ഒരാൾ പറഞ്ഞു കേട്ടാലേ പഠിക്കാൻ പറ്റുള്ളൂ എങ്കിൽ ഒരുപാട് വെബ്സൈറ്റ്, ഈ പ്രോഗ്രാമിങ്സ് എന്നൊക്കെ പറയുന്ന നല്ല സൈറ്റുകളാണ്. അവരുടെ വീഡിയോ ഉണ്ട്, സി മുഴുവൻ പഠിപ്പിക്കുന്ന വീഡിയോ ഉണ്ട്. ജസ്റ്റ് സിലബസ് വഴി പോയിട്ട് വേണ്ട വീഡിയോ കണ്ടിട്ട് പഠിച്ചിട്ട് പ്രോഗ്രാം ചെയ്ത് നോക്കാം. പ്രോഗ്രാം ചെയ്ത് നോക്കുമ്പോൾ ഒരു കാരണവശാലും കോപ്പി പേസ്റ്റ് ഓൺലൈൻ കമ്പൈലേഴ്സ് അവൈലബിൾ ആണ്. ഇനി ഒരു കാരണവശാലും കോപ്പി പേസ്റ്റ് ചെയ്യരുത് ഈ ഫീൽഡിൽ നിൽക്കാനാണെങ്കിൽ. ചുമ്മാ BCA എന്ന് പറഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ടെസ്റ്റ് എഴുതാനാണ് നിങ്ങൾ ചെയ്തു, പക്ഷേ അല്ലാണ്ട് ചെയ്യാനായിട്ടാണെങ്കിൽ ചെയ്യരുത്. അപ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഫീൽഡിൽ നിൽക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന, സ്റ്റാർട്ടപ്പ് അല്ല, അയാൾ ഒരുപാട് മൂത്തു. ഇപ്പോൾ AI 12 വർഷം മുമ്പ് AI സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഞാൻ പുള്ളിയോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നവരുടെ ഒക്കെ കാര്യങ്ങൾ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, ജോലി പോകും. പക്ഷെ ലോജിക്ക് അനുസരിച്ച് ഏത് കോഡ് എവിടെ എഴുതണം എന്ന് അറിയാവുന്നവന് കിട്ടും എന്നാണ് പറഞ്ഞത്. അവരെപ്പോഴും സർവൈവ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് നിൽക്കാനാണെങ്കിൽ കോഡ് എഴുതി പഠിക്കുക, കോപ്പി പേസ്റ്റ് ചെയ്യാൻ കിട്ടും, അത് ഉറപ്പാണ്. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ അല്ല, ഞാൻ ഉപദേശിച്ചൊന്നും അല്ല. ബസ് ഈ പഠിക്കണം എന്നുണ്ടെങ്കിൽ വെറുതെ നിങ്ങൾ പ്രോംപ്റ്റ് കൊടുക്കുക. ഞാനിത് ചുമ്മാ ഒരു സിമ്പിൾ ഇത് കൊടുത്തതാ. I have no knowledge about any programming language. കേട്ടോ, ഇവര് ഇത് തരുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. എന്താണ് ഇൻക്ലൂഡ്, എന്താ മെയിൻ, എന്താ പ്രിന്റ് ഓഫ്, എന്താ റിട്ടേൺ, എന്താ. നിങ്ങൾ ചെയ്തത് ഇവിടെ ഇങ്ങോട്ട് കോപ്പി കൊടുക്കും, ഏതെങ്കിലും ഒരു ഓൺലൈൻ സി കമ്പൈലർ എടുക്കും, റൺ ചെയ്യും. അപ്പോഴാണ് നിങ്ങൾ തോറ്റു പോകുന്നത്. ഈ സാധനം ഇതേ വഴി ടൈപ്പ് ചെയ്ത് ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് സിന്റാക്സ് കിട്ടുന്നുണ്ടാവും. വേരിയബിൾസ് എന്താണ്, എന്നിട്ട് ഇനി ഏതെങ്കിലും ഒരെണ്ണം വേണമെന്നുണ്ട്, മോർ അബൌട്ട് കൺട്രോൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് താഴോട്ട് ചോദിച്ചാൽ മതി, മോർ അബൌട്ട് കൺട്രോൾ സിഗ്നൽസ്. അതപ്പോ സ്റ്റേറ്റ്മെന്റ്, അപ്പൊ കൺട്രോൾ തരും. ഇങ്ങനെ വല്ലതൊക്കെ പഠിച്ചു പോയാൽ കുറെ തീരും. മാം നേരത്തെ മുമ്പ് സി പ്രോഗ്രാം പഠിച്ചിട്ടുണ്ട്, ബട്ട് ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ്. സി മുൻപ് പഠിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പോ സി, പൈത്തൺ ആയാലും ഏതായാലും ഇനി വരുന്ന സബ്ജക്റ്റ് ഏതായാലും നിങ്ങൾക്ക് സമയമുള്ളപ്പം നേരത്തെ സിലബസ് ഉണ്ടല്ലോ, ഇവരുടെ ബ്രോഷറിലും വെബ്സൈറ്റിലും ഒക്കെ ഉണ്ടല്ലോ, സമയമുള്ളപ്പം നോക്കി പഠിച്ചു വെച്ചാൽ നല്ലതെന്ന് സജസ്റ്റ് ചെയ്താട്ടോ, ഉപദേശിച്ചല്ല. എനിക്ക് ഉപദേശിക്കാനുള്ള ഒരു താല്പര്യമില്ല. ഓക്കെ, നമുക്ക് സമയം കാണാം. ഷിഫ്റ്റ് രജിസ്റ്ററിലേക്ക് വരിക. ഷിഫ്റ്റ് രജിസ്റ്റർ വരുമ്പോഴത്തേനും ഇറ്റ്സ് വെരി സ്പെഷ്യൽ. അതായത് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഷിഫ്റ്റിംഗ് ആണ്, പാരലൽ ഇൻ പാരലൽ ഔട്ട് ആണിത്. ലാസ്റ്റ് പറഞ്ഞ പാരലൽ ഇൻ പാരലൽ ഔട്ട് ഉണ്ടോ. ഒറ്റ ക്ലോക്ക് പൾസിൽ ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്പും ലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡേറ്റ ലോഡ് ആവുന്നു. ലോഡ് ചെയ്യുന്ന സെറ്റ് ഓർ റീസെറ്റ് അക്കോർഡിംഗ് ടു ദ ഡേറ്റ. ഇത് അടുത്ത ക്ലോക്ക് പൾസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ എടുക്കാം. ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും വാല്യൂ
ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഇതുപോലെ ഇരിക്കും. അപ്പം എൻ്റെ കയ്യിൽ അതിവിടെ വരയ്ക്കാൻ നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് 1011 ആണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പം B0, B1, B2, B3. ഇപ്പൊ ഞാൻ ചെയ്യുന്നത്, ഇപ്പൊ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എനിക്ക് വാല്യൂ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇതിനെ സെറ്റ് ചെയ്യിപ്പിക്കണം. അപ്പൊ ഞാനിത് സെറ്റ് ചെയ്തു കണ്ടോ. പിന്നെ ഇത് സീരിയൽ ഇൻ ആണ്. അപ്പൊ അടുത്ത ക്ലോക്ക് പൾസ് വരുമ്പോൾ നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ സംഭവിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും, ഈ 1 ഇവിടെ വരും കണ്ടോ. അടുത്ത ക്ലോക്ക് പൾസിൽ സംഭവിക്കുന്നത് ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും, ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഈ ലാസ്റ്റ് രജിസ്റ്ററിൽ 0 സ്റ്റോർ ചെയ്യും. അടുത്ത ക്ലോക്ക് പൾസിൽ 1, അതായത് ഈ 1 ആണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത്, ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഇവിടെ കിടന്ന 0 ഷിഫ്റ്റ് ആവും, ഈ 1 എടുത്ത് ഇവിടെ വരും. ഇങ്ങനെയാണിത് ഫില്ലാവുന്നത്. അപ്പോൾ 4 ക്ലോക്ക് പൾസ് കഴിഞ്ഞു. അടുത്ത ക്ലോക്ക് പൾസ് വരുമ്പോഴത്തേനും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ അടുത്ത ക്ലോക്ക് പൾസ് വരുമ്പോൾ ഈ 1 ഔട്ട്പുട്ട് ചെയ്യിപ്പിക്കും. അപ്പൊ ഈ 1 ഇങ്ങോട്ട് വരും, ഇവിടെ 0 ആവും, ഇത് 1 ആവും. ഇവിടെ അപ്പോൾ ഒന്നുമല്ല, ശരിക്കും എം ടി ആണ്. അതങ്ങനെ എം ടി ആക്കി എടുത്തില്ല, 0 ആഡ് ചെയ്യും. നെക്സ്റ്റ് ക്ലോക്ക് പൾസ് വരുമ്പോൾ 0 ഔട്ട്പുട്ട് ചെയ്യിപ്പിക്കും, സോറി ഈ 1 ഔട്ട്പുട്ട് ചെയ്യിക്കും, ഈ 1 ഔട്ട്പുട്ട് ചെയ്യിക്കും, ഈ 0 ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. വൺ വരും, 0 0. ഇതുപോലെയായിരിക്കും ഇത് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഉപയോഗം വരുന്നത് കൂടെ പെട്ടെന്ന് പറഞ്ഞേക്കാം. നമ്മൾ സാധാരണ കീബോർഡുകൾ വളരെ സ്ലോ ആണ്, സീരിയൽ ആയിട്ട് മാത്രമേ അത് കീ ഇൻ ചെയ്യത്തുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ സീരിയൽ ഇൻ, പാരലൽ ഔട്ട് വരെ കീബോർഡിൽ ബഫർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയെ ഔട്ട് ചെയ്യിക്കാൻ വേണ്ടി പാരലൽ ഔട്ട്പുട്ട് യൂസ് ചെയ്യും. കാരണം ഈ CPU വളരെ ഫാസ്റ്റ് ആണ്. അതുകൊണ്ട് സീരിയൽ ആയിട്ട് ലോഡ് ചെയ്യുന്ന മെമ്മറിയിലുള്ള ഡേറ്റ, കീബോർഡിൽ നിന്ന് വരുന്ന ഡേറ്റ എപ്പോഴും സ്ലോ ആയിരിക്കും. അത് സീരിയൽ ആയിട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. പാരലലായിട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, കിട്ടത്തില്ല. അപ്പം സീരിയലിൽ CPU കൊടുക്കുന്നു, ഫാസ്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ പാരലൽ ഔട്ട് അവിടെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ പാരലൽ ഇൻ, സീരിയൽ ഔട്ട് നമ്മൾ പ്രിന്ററുകളിലൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പ്രിന്ററൊക്കെ പാരലൽ ഇൻ പാരലൽ ഔട്ട് ആയി, ഭയങ്കര ഫാസ്റ്റ് ആയില്ല. അതാണ് എൻ്റെ ഒരു ആപ്ലിക്കേഷൻ സാധാരണ വരുന്നത്. ഇനി അതല്ലാതെ ആയാലും നമ്മൾ സാധാരണഗതിയിൽ ഈ സ്പൂളിങ്, DMA, അതായത് ഡയറക്റ്റ് മെമ്മറി ആക്സസ്, അവിടെയൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ രജിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക. ബഫറുകളാണ്. ബഫറിൽ സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ്, സെറ്റ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് രജിസ്റ്റേഴ്സ്. അങ്ങനെയുള്ള സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ് ആണ് നമ്മൾ ബഫേഴ്സ് ആയിട്ട് പറയും. പിന്നെ കൗണ്ടർ ഉണ്ട്. കൗണ്ടർ 2 രീതിയിൽ, എസിൻക്രണസ് കൗണ്ടറും ഉണ്ട്, സിൻക്രണസ് കൗണ്ടറും ഉണ്ട്. എസിൻക്രണസ് കൗണ്ടറിൽ ഈ നമ്മൾ ബിഗ് പാറ്റേൺ ആണ്. അതായത് നമ്മൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ ഇല്യൂമിനേഷൻ LED ബൾബിന്റെ വർക്ക് കാണുമല്ലോ, അത് തന്നെ. ഈ അപ്പൊ ഒരു വെട്ടം ഇങ്ങനെ ഓടി 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 പോകുന്ന കാണത്തില്ലേ. അപ്പൊ അതെങ്ങനെയാ, കുറെ ബിറ്റ്സ് ഉണ്ട് ഇവിടെ. അപ്പൊ ഈ ഓടി പോകുന്നിടത്തെല്ലാം ഇത് 111 ആയി പോവുകയും ബാക്കിയുള്ളതെല്ലാം 0 ആക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വട്ടം ഒരു ലൈറ്റ് മാത്രം ഓടുന്ന പോലെ നമുക്ക് തോന്നും. അത് ഇങ്ങനെ നമ്മൾ ആ സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെയുള്ള പാറ്റേൺസ് മാത്രമാണ് ഈ എവിടെ വരിക, എസിൻക്രണസിൽ വരിക.
അത് റിപ്പിൾ കൗണ്ടർ നമ്മൾ പറയാറുണ്ട്. റിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ തിരമാല പോലെ വരും അല്ലെ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ സ്ലോ ആയിരിക്കും, വളരെ സ്ലോ ആയിരിക്കും. അതുപോലെ ക്യൂമുലേറ്റീവ് സെറ്റിലിംഗ് ടൈം എന്ന് പറയും. അതായത് പ്രീവിയസ് സ്റ്റേജ് വന്ന് സെറ്റ് ആയിട്ട് അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേനും ഈ ഗേറ്റ് എത്ര ഡിലേ കാണിക്കുന്നു അത്രയും ഡിലേ കാണിക്കും. അതുപോലെ ആക്യുറേറ്റ് ആയിട്ടുള്ള സർക്യൂട്ടുകളിലൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന് പകരമാണ് കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സിങ്ക്രണസ് കൗണ്ടർ വരുന്നത്. ഇവിടെ സ്പെസിഫിക് ഡിസൈൻ വേണം. ഇതുകൊണ്ടോ ആര് പറഞ്ഞിട്ട് ഇവിടെ ഒരു ആൻഡ് ഗേറ്റ് കൊണ്ട് വെച്ചതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവാണ് നമ്മൾ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്താണ് ഇത് ചെയ്യുന്നത്. കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്, കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്. നമ്മൾ ഓൾമോസ്റ്റ് ഓൾ കൗണ്ടിങ് ഡിവൈസസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് സിങ്ക്രണസ് കൗണ്ടർ എന്ന് പറയുന്നത്. നാളെ ഒരു സിങ്ക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യുന്നത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം അത് ചെയ്യാനായിട്ട്. അത് ഞാൻ പേപ്പറും കാണിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ അത് സമയം പോകും. പിന്നെ വരുന്നത് റാൻഡം ആക്സസ് മെമ്മറി, റാം ആണ്. ഇൻഫർമേഷൻ റീഡ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഇത് ഒരൊറ്റ സെല്ലാണ്. ഒറ്റ സെൽ എന്ന് പറഞ്ഞാൽ ഇത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഉണ്ടോ, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് വരുന്ന സിഗ്നൽസ് ആണ്. സെലക്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെലക്ട് ചെയ്തെടുക്കും. ഇപ്പൊ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിലെ സെലക്ട് ലൈൻ ആണ് ഇതുകൊണ്ടോ, ഇവിടെ കണക്ട് ചെയ്തു, ഇവിടെ കണക്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിലാണ് റൈറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ ലൈൻ ഇവിടെ എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു സെല്ല് സെലക്ട് ആയി എന്നാണ് പറയുന്നത്. ആ ഒരു ഒറ്റ സെല്ലിനെയാണ് ഇവർ ഇവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നത്. സെലക്ട് ഉണ്ട്, പിന്നെ ഇൻപുട്ട് ഉണ്ട്. ഏതെങ്കിലും ഒരു വാല്യൂ 1 or 0 അതെന്താന്ന് വെച്ചാൽ ഇൻപുട്ട് കൊടുക്കണം. ഔട്ട്പുട്ട് ഉണ്ട്, റീഡ് ഓർ റൈറ്റ്. ഇതുണ്ടോ ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ, റീഡ് റൈറ്റ് ബാർ അല്ലെ റൈറ്റ് സ്ലാഷ്, റീഡ് റൈറ്റ് സ്ലാഷ് എന്ന് ഇവർ കൊടുത്തേക്കുന്നത്. ഇതിന്റെ മീനിങ് എന്തായിരിക്കും? ഈ ഇൻപുട്ട് സെല്ല് ഹൈ ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സോറി, ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എങ്ങനെയായിരിക്കും എളുപ്പം. റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സെല്ലിലെ കണ്ടന്റ് റീഡ് ചെയ്യാന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പൊ എസ് എനേബിൾ ആയാൽ ഈ സെല്ല് ആക്റ്റീവ് ആയി. അതിനുശേഷം നിങ്ങൾക്ക് റീഡ് ചെയ്യുവാണോ റൈറ്റ് ചെയ്യുവാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. റീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ലൈൻ ഹൈയോ ലോയോ അക്കോർഡിംഗ് ടു ദ വാല്യൂ അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ചെയ്ത് കിട്ടും. റൈറ്റ് ബാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇൻപുട്ട് ലൈൻ എനേബിൾ ആവും അല്ലെ. അപ്പൊ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഒരു ഒറ്റ ലൈനേ ഉള്ളൂ അല്ലെ. ഈ ഒറ്റ ലൈന് രണ്ടായിട്ട് വർക്ക് ചെയ്യും, 2 സിഗ്നൽ ആയിട്ട് വർക്ക് ചെയ്യും. അത് ഇന്നലെ നമ്മൾ പഠിച്ചു. ആർഡർ സബ്ട്രാക്ടർ വർക്ക് ചെയ്തപ്പോൾ മോഡ് എടുത്തു അല്ലെ. അപ്പൊ നിങ്ങളുടെ ലൈനിൽ 0 ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഏത് വർക്ക് ചെയ്യും? റൈറ്റ് വർക്ക് ചെയ്യും. 1 ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ റീഡ് വർക്ക് ചെയ്യും. കണ്ടോ, 1 എന്ന് പറയുമ്പോൾ ഇത് എനേബിൾ ആ അല്ലെ. 0 ആണെങ്കിലോ 0 ഈക്വൽ ടു 1, റൈറ്റ് എനേബിൾഡ്. അപ്പൊ ഇത് 2 മോഡിൽ വർക്ക് ചെയ്യുക. സപ്പോസ് ഞാൻ റൈറ്റ് എനേബിൾ ചെയ്യിപ്പിച്ചു, അതായത് നിങ്ങളുടെ ഈ ലൈൻ ഇപ്പൊ ലോ എന്ന് പറഞ്ഞാൽ റൈറ്റ് എനേബിൾ ആവും. റൈറ്റ് എനേബിൾ ആയാൽ എന്ത് ചെയ്യും? ഇൻപുട്ടിൽ വന്നിരിക്കുന്ന വാല്യൂ സെല്ലിലേക്ക് കൊടുക്കും. സപ്പോസ് ഇത് 0 ആണെന്ന് വിചാരിക്കുക, ഇത് റീസെറ്റ് ചെയ്യും കേട്ടോ. ഇനി ഞാനിത് 1 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് പറ്റും? ഇത് റീസെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ ഔട്ട്പുട്ട് ചെയ്യിപ്പിക്കും 0. ഇങ്ങനെയാണ് ഒരൊറ്റ സെല്ല് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഒരു കംപ്ലീറ്റ് ബാങ്ക് ഓഫ് മെമ്മറിക്ക് നമ്മൾ സെല്ല് കണക്ഷൻ സിമ്പിൾസ് കൊടുക്കുന്നു, അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു. ഇന്നലെ നമ്മൾ ഡീകോഡർ എൻകോഡർ ഒക്കെ പഠിച്ചപ്പോൾ അഡ്രസ്സിങ്ങിന്റെ കുറച്ച് 000110111 കൺട്രോൾ പറഞ്ഞു. അതുപോലെ ഇവിടെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഫുൾ ലോജിക് ഡയഗ്രം ആണ് ഇവരിവിടെ കാണിച്ചത്. ഇത് നിങ്ങളുടെ ഒരു സിമ്പിൾ മെമ്മറിയുടെ ഒരു ചെറിയ പോർഷൻ ഇവർ കാണിച്ചേക്കുന്നതാണ് കേട്ടോ.
2 ബിറ്റേ കാണിച്ചിട്ടുള്ളൂ. നോക്കട്ടെ. 2 to 4 ഡീകോഡർ ആണ്. 2 to 4 ഡീകോഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ് 2 ബിറ്റേ കാണുള്ളൂ അല്ലെ. അതിനെ 4ആയിട്ട് അവർ കൺവേർട്ട് ചെയ്യും. അപ്പൊ ആ ഡീകോഡർ ഉണ്ട്. ഇൻപുട്ട് അഡ്രസ് ഓഫ് സെലക്ഷൻ മുമ്പേ പറഞ്ഞ ഇൻപുട്ട് ഇല്ലേ, അവിടെ ഒരു ബിറ്റ് ഒരു സെല്ലേ കാണിച്ചുള്ളൂ, അതുകൊണ്ട് 0യോ 1ഓ വന്നാൽ അത് സെലക്ട് ആവും. ഇവിടെ 2 ബിറ്റ് വരും ഉണ്ടോ. ഇപ്പൊ 0 ആണ് അഡ്രസ് എങ്കിൽ എന്ത് പറ്റും, ഈ വേർഡ് സെലക്ട് ചെയ്യും. അതിന് മുമ്പ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വേർഡ് നമ്പർ ഓഫ് ബിറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഹാൻഡിൽഡ് അറ്റ് എ ടൈം. ഒരു സിംഗിൾ ക്ലോക്ക് പൾസിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ 2 ബിറ്റ് വേർഡ് ആണ് പറഞ്ഞേക്കുന്നത്. 2 ബിറ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ 1 വേർഡിൽ 2 ബിറ്റുകൾ. 8 ബിറ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൽ 8 ബിറ്റ്. 16 ബിറ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ 16 ബിറ്റ്. അങ്ങനെയുള്ള എത്ര വേർഡ് ഉണ്ട്? 1 2 3 4 വേർഡ്സ് ഉണ്ട്. 4 വേർഡ്സ് ഉള്ളത് കൊണ്ടാണ് 2 ബിറ്റുള്ള അഡ്രസ് ഇവിടെ യൂസ് ചെയ്തത്. ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ 0 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വേർഡ് ലൈൻ സെലക്ട് ചെയ്യപ്പെടും. ഉണ്ടോ, ഈ ഫസ്റ്റ് വേർഡ് ലൈൻ സെലക്ട് ചെയ്യും. എല്ലാ വേർഡിലേക്കും റീഡ് ബാർ റൈറ്റ് പോയിട്ടുണ്ട്. ഈ ഡയഗ്രാം ഒക്കെ പഠിക്കാൻ എനിക്കൊക്കെ എളുപ്പ വഴി, ഞാൻ ഈ ലൈനെ വഴി കൈകൊണ്ട് പോകുമായിരുന്നു, എന്നിട്ട് പഠിച്ച് എഴുതുമായിരുന്നു. അത് അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എളുപ്പം കൊണ്ടായി. റീഡ് ബാർ ലൈനിന് കറക്റ്റ് എല്ലായിടത്തും പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് സെലക്ട് ആണ്, ഇവിടെ റീഡ് ബാർ ലൈൻ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് റീഡ് ആണോ റൈറ്റ് ആണോ ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറയാൻ അതെല്ലാ വേർഡിലേക്കും പോയിട്ടുണ്ട്, എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും പോയിട്ടുണ്ട്. അപ്പൊ അഡ്രസ് 0 1 കൊടുത്താൽ എന്ത് പറ്റും, ഫസ്റ്റ് ഇത് 0th റോ, ഇത് ഫസ്റ്റ് റോ എനേബിൾ ആവും. 1 0 ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് റോ എനേബിൾ ആവും. 1 1 ആണെന്നുണ്ടെങ്കിൽ തേർഡ് റോ എനേബിൾ ആവും. അപ്പൊ മൊത്തം 4 റോ എനേബിൾ ആയി. ഇനി ഇവിടെ റീഡ് ആണ് ചെയ്യേണ്ടതെങ്കിൽ റീഡ് ലൈൻ എനേബിൾ ആക്കുക. അതായത് 1 കൊടുക്കുക. 1 കൊടുക്കുന്ന സമയത്ത് ഇത് റീഡ് ചെയ്യും. ഇതിൻ്റെ അകത്തെ കണ്ടന്റ് 1 0 കേട്ടോ. 1 നേരെ വരുന്നത് ഇതാ ഇവിടെ വരും, 0 ഇതാ ഇവിടെ വരും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഡൗട്ട് തോന്നുന്നത് എല്ലായിടത്തുനിന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എല്ലായിടത്തുനിന്നും കൊടുത്തിട്ടുണ്ട്, പക്ഷെ എനേബിൾ ആവുന്നത് അറ്റ് എ ടൈം ഒരു റോ മാത്രം, അല്ലെ ഒരു വേർഡ് മാത്രമായിരിക്കും എനേബിൾ ആവുന്നത്. ഉണ്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ആ ഒരു ഡേറ്റ ബിറ്റ് അല്ലെങ്കിൽ ആ ഒരു ലൈൻ അല്ലെ ആ ഒരു വേർഡാണ് റീഡ് ചെയ്തതെന്ന് മനസ്സിലാവും. സമ്മറി. ഓക്കെ, ഒരു ബ്ലോക്ക് കഴിഞ്ഞു. മെമ്മറി ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷൻ ആണ് പറഞ്ഞേക്കുന്നത്. മെമ്മറി ഓൾറെഡി നമ്മൾ സ്കൂളിൽ പഠിച്ച കുറച്ച് കാര്യമൊക്കെ ആദ്യം പറഞ്ഞേക്കുന്നത്. വോളറ്റൈൽ മെമ്മറി ഉണ്ട്, നോൺ വോളറ്റൈൽ മെമ്മറി ഉണ്ട്. വോളറ്റൈൽ മെമ്മറി നമുക്കറിയാം. ഇപ്പൊ നമ്മൾ കണ്ട ഇലക്ട്രോണിക് മെമ്മറി വോളറ്റൈൽ മെമ്മറിയാണ്, അല്ലെങ്കിൽ നമ്മുടെ റാം എന്ന് പറയുന്നത് വോളറ്റൈൽ മെമ്മറിയാണ്. പക്ഷെ ഹാർഡ് ഡിസ്കിലുള്ളത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ് ഹാർഡ് ഡിസ്കിലുള്ളത്. അപ്പൊ നമ്മൾ റോം തൊട്ട് മുമ്പത്തെ ഇവിടെ ഈ കണ്ടത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ്, ഒരു റാം സെല്ലാണ് അവരവിടെ കാണിച്ചിരിക്കുന്നത്. റാമിന്റെ ഒരു ചെറിയ പോർഷൻ കണ്ടോ, 4 to 2 റാമിന്റെ ഒരു ചെറിയ പോർഷനാണ് അവരെടുത്ത് കാണിച്ചത് അവിടെ. അപ്പൊ അയ്യോ സോറി, ക്ലോസ് ചെയ്ത് വിട്ടല്ലോ. ശരി, ഇനിയിപ്പോ മെമ്മറി ഹൈറാർക്കി ഇവരിവിടെ പറയുന്നുണ്ട്. ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് മെമ്മറി ഹൈറാർക്കി എന്ന് പറയുന്നത്. നമ്മൾ പറയാറുണ്ട് CPU-നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി അല്ലെങ്കിൽ ക്യാഷ് മെമ്മറി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എങ്കിലും
സത്യം പറഞ്ഞാൽ CPU-നെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് രജിസ്റ്റേഴ്സിനെ മാത്രമേ ഉള്ളൂ. CPU-ന്റെ ഉള്ളിൽ കുറച്ച് ഇന്റേണൽ രജിസ്റ്റേഴ്സ് ഉണ്ടാവും. ആ രജിസ്റ്റേഴ്സിനെയാണ് CPU ആക്സസ് ചെയ്യുന്നത്. ആ രജിസ്റ്റേഴ്സിലേക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വരുന്നത് ക്യാഷ് മെമ്മറി എന്നുള്ള ഡേറ്റ ആയിരിക്കും. ദെൻ മെയിൻ മെമ്മറി, ദെൻ മാഗ്നറ്റിക് ടേപ്പ്, ഡിസ്ക്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇവിടെ CPU എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് ഡിവൈസ് ആണ് അല്ലെ, ഹൈ സ്പീഡ് ഇലക്ട്രോണിക് ഡിവൈസ്, ഇലക്ട്രോണിക് ഡിജിറ്റൽ ഡിവൈസ് ആണ്. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ സ്പീഡ് ഹൈ കോസ്റ്റ്, ഭയങ്കര കോസ്റ്റ്ലി ആണത് കമ്പയറിങ് ടു അതർ മെമ്മറി. അപ്പൊ നമുക്ക് ഒരാളൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോൾ അയാൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ക്യാഷ് മെമ്മറിയുടെ എമൗണ്ട് അളവ് വളരെ കുറവായിരിക്കും, പക്ഷെ വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 വരെയുള്ള ക്യാഷുകളുണ്ട്. ഇതിൽ ലെവൽ 1ഉം 2ഉം ഇൻസൈഡ് ദ ചിപ്പ്, CPU-നോട് വളരെ അടുത്തും, ലെവൽ 3 സാധാരണ ഔട്ട്സൈഡ് ദ ചിപ്പുമായിരിക്കും കൊടുക്കുക. അപ്പോൾ ഈ ക്യാഷ് മെമ്മറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കോഡുകൾ, ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, അതെൻ്റെ ക്യാഷ് ലിസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്യാറുള്ളതല്ലേ. അത് കഴിഞ്ഞാണ് ഈ ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ വരുന്നത്. അല്ല ഇപ്പം നമ്മൾ മെമ്മറിയിൽ നെറ്റിൽ എന്തെങ്കിലും സെർച്ച് ചെയ്തു, നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് സെർച്ച് ചെയ്യുന്ന സൈറ്റ് ഒക്കെ വളരെ പെട്ടെന്ന് ലോഡായി വരുന്നതാണ്. ആദ്യം അത് ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് പിന്നെ എടുക്കുമ്പോൾ അത് പെട്ടെന്ന് ലോഡായി വരും. അത് ആക്ച്വലി ആ വെബ് സെർവറിൽ നിന്ന് കിട്ടുന്നതല്ല, നിങ്ങളുടെ ആ ക്യാഷിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് കണ്ടന്റ് എടുത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ക്യാഷ് മെമ്മറി, പിന്നെ മെയിൻ മെമ്മറി. ഇപ്പൊ നമുക്ക് ഈ ഡിസ്കിലോ ടേപ്പിലോ ഉള്ള ഡേറ്റയെ മെയിൻ മെമ്മറിയിൽ കൊണ്ടുവന്നിട്ട് മാത്രമാണ് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പൊ പ്രോസസ്സിംഗ് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ക്യാഷ് ഒരു മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. CPU രജിസ്റ്റേഴ്സ്, ക്യാഷ്, മെയിൻ മെമ്മറി, ഡിസ്ക്, ടേപ്പ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേനും ഈ സൈസ് അങ്ങോട്ട് കൂടും. ഇവിടെയൊക്കെ വരുമ്പോഴത്തേനും ലാർജ് ഇൻ സൈസ്, ലെസ് ഇൻ കോസ്റ്റ് ആൻഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ തീരെ സ്പീഡില്ലെന്നല്ല, കമ്പയറിങ് ടു. ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും സ്മോൾ ഇൻ സൈസാണ്, ബട്ട് ഫാസ്റ്റർ, എക്സ്പെൻസീവ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യത്യാസം ഇവിടെ വരും. പിന്നെ സ്റ്റാറ്റിക് റാമുണ്ട്, ഡൈനാമിക് റാം, റോം, ഫ്ലാഷ് മെമ്മറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ സ്റ്റാറ്റിക് റാം എന്താണെന്ന് അറിയാലോ അല്ലെ, റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഈ റാമിന് 2 ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാറുണ്ട്. റാൻഡംലി ആക്സസ്ഡ് എന്ന് വെച്ചാൽ വിത്തൗട്ട് എനി സീക്വൻഷ്യൽ ആക്സസ്. നമുക്കൊരു അഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തിരിക്കുന്ന കണ്ടന്റിനെ വളരെ വേഗം റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള മെമ്മറിയെയാണ് നമ്മൾ റാൻഡം ആക്സസ് മെമ്മറി എന്ന് സാധാരണഗതിയിൽ പറയാറുള്ളത്. അപ്പം ഈ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞാൽ അത് പ്രൈമറി മെമ്മറി മാത്രം ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, പുസ്തകത്തിൽ അത് കൊടുത്തതൊന്നുമില്ല. നിങ്ങളുടെ ഹാർഡ് ഡിസ്കും റാൻഡം ആക്സസ് മെമ്മറിയാണ്, പ്രൈമറി മെമ്മറിയും റാൻഡം ആക്സസ് ആണ്. നിങ്ങളുടെ റോമും റാമാണ്. റോമിലിരിക്കുന്ന മെമ്മറിയെ നമ്മൾ റാൻഡംലി ആക്സസ് ചെയ്യും. നമ്മൾ പെട്ടെന്ന് സംസാരിക്കുമ്പോൾ ഈ റാൻഡം ആക്സസ് മെമ്മറി ഒരു പ്രൈമറി മെമ്മറി ആണെന്ന് പറഞ്ഞു പോവാറുണ്ട്. ഇപ്പൊ നമ്മൾ എത്ര പേരുണ്ട്? 2 പേരേ ഉള്ളൂ, ബാക്കി എല്ലാവരും പഠിച്ചു പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഈ റാൻഡം ആക്സസ് മെമ്മറി സ്റ്റാറ്റിക് റാമെന്നും ഡൈനാമിക് റാമെന്നും തിരിച്ചിട്ടുണ്ട്. ഈ സ്റ്റാറ്റിക് റാമിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ നമ്മൾ എന്താണ് ട്രാൻസിസ്റ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക ഫോർ ദ സ്വിച്ചിങ് പർപ്പസ് ആൻഡ് സ്റ്റോറിങ് ഡേറ്റ. സ്റ്റാറ്റിക് റാമിന്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രം ഇവിടെ കാണാം. ഇതാണ് ഒരു സ്റ്റാറ്റിക് റാമിന്റെ സർക്യൂട്ട് ഡയഗ്രം. ഇവിടെ ട്രാൻസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് മിസ് ഇവിടെ ഗേറ്റ് ആണല്ലോ എന്ന് ചോദിക്കരുത്.
കാരണം ഗേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നോക്കുക, ഇതൊരു സ്റ്റാറ്റിക് റാമിന്റെ ഡയഗ്രാം ആണ്. ഇതാരാ അകത്തിരിക്കുന്നത്? RS ഫ്ലിപ്പ് ഫ്ലോപ്പ് ആകുണ്ടോ? ഇതൊരു RS ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. പിന്നെ ഇതാരാ? ഇത് നമ്മുടെ ഗേറ്റാ, സോറി നമ്മുടെ ക്ലോക്കിന് വേണ്ടി സർക്യൂട്ട്. ആൻഡ് ഗേറ്റ് അത് ക്ലോക്കിന് വേണ്ടിയിട്ട്, ക്ലോക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് ആ ഇൻപുട്ടിനെ നെഗേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് SR വെച്ചിട്ടല്ലേ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഇത് റീഡ് ബൈ റൈറ്റ് ലൈൻ ആണ്. ഇത് ഇൻപുട്ട് ലൈന്, ഇത് സെലക്ട്, ഇത് ഔട്ട്പുട്ട്. ഈ ഒരു ഡയഗ്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. തൊട്ട് മുന്നിലത്തെ ഇതിൽ നമ്മൾ കണ്ടതാണ്. അവിടെ നമ്മൾ ഇങ്ങനെ വെറുതെ ഒരു സെല്ല് വരച്ചിട്ട് അതിൻ്റെ അകത്ത് സെലക്ട്, ഇവിടുന്ന് ഇൻപുട്ട്, ഇവിടെ ഔട്ട്പുട്ട്, ഇവിടുന്ന് റീഡ് റൈറ്റ് ബാർ, ഇങ്ങനെയുള്ള ഇത് മാത്രമാണ് കണ്ടത്. അതിന്റെ ഇന്റേണൽ ഡയഗ്രാം ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ, റീഡ് ഓപ്പറേഷൻ എങ്ങനെയാ പെർഫോം ചെയ്യുന്നതൊക്കെ അന്നേരം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാണ്. അപ്പൊ പുസ്തകം ഒന്ന് വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരൊറ്റ സെല്ലാണ് ഇവർ തന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു സെല്ലായിട്ടല്ല ഇരിക്കുന്നത്, ഒരു ബാങ്ക് ഓഫ് സെൽസ് ആണ്, ഒരു ചിപ്പായിട്ടാണ് അത് വരിക. അപ്പോൾ നമുക്ക് ചിപ്പുകൾ സെലക്ട് ചെയ്യേണ്ടി വരും. എന്തിനാ ചിപ്പ് സെലക്ട് ചെയ്യുക? ഏത് ലൊക്കേഷനിലാണ് ഒരു പർട്ടിക്കുലർ ഡേറ്റ ഇരിക്കുന്നതെന്ന് അറിയണം എന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം ചിപ്പ് സെലക്ട് ചെയ്യണം. പിന്നെയോ അതിൻ്റെ അകത്ത് ഏത് വേർഡ്, അതായത് നമ്മളുടെ മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കേണ്ടി വരും. പിന്നെ റീഡ് ആണോ റൈറ്റ് ആണോ എന്നുള്ളത്, ഏത് ഓപ്പറേഷൻ ആണെന്നുള്ളത് പറഞ്ഞു കൊടുക്കും. ഇത് അഡ്രസ്സ്, അതാണ് ഇവർ പറഞ്ഞത്. ഇവിടെ 64 ടു അഡ്രസ് 64, ദാറ്റ് ഈസ് 2⁻60 വേർഡ്സ്. നിങ്ങൾക്ക് എത്ര വേർഡ് ഉണ്ടെന്നുള്ളത്, മുമ്പേ നമ്മൾ 4 വേർഡ് ഉള്ള മെമ്മറിയാണ് കണ്ടത് അല്ലെ, 4 വേർഡ് മെമ്മറിയാണ് കണ്ടത്. അപ്പൊ 2⁻2n ഈക്വൽ ടു 2⁻2 ഈക്വൽ ടു 4 അല്ല, 2 ബിറ്റ് മതി. അപ്പം 64 വേർഡ്സ് ഉണ്ടെങ്കിൽ എങ്ങനെ വരും? 64 വേർഡ്സ് ഉണ്ടെങ്കിൽ 2⁻6 അല്ലെ, അപ്പൊ 6 ബിറ്റ്സ് ആയിരിക്കും ആ അഡ്രസ്സിൽ വരിക. 6 ബിറ്റ്സ് അഡ്രസ്സിന് വേണ്ടി വരും. ഞാൻ 2⁻2n എന്ന് എടുത്തു, ഇവർ m എന്ന് എടുത്തു. ഇൻറ്റു n എന്ന് പറയുമ്പോൾ അങ്ങനത്തെ എത്ര വേർഡ് ഉണ്ടെന്നുള്ളത്. DRAM എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാം ആണ്. ഈ ഡൈനാമിക് റാമും സ്റ്റാറ്റിക് റാമും തമ്മിലുള്ള വ്യത്യാസം, റാം എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ ഇലക്ട്രോണിക് മെമ്മറി ആയിട്ടാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അപ്പോഴേ നമുക്ക് ഡൗട്ട് വരും, അതായത് ഇലക്ട്രോണിക് മെമ്മറി വോളറ്റൈൽ ആണ്, പവർ സപ്ലൈ പോകുമ്പോൾ പോകൂലേ, പിന്നെ എന്തിനാണ് സ്റ്റാറ്റിക് സ്റ്റേഷനറി റാം എന്ന് പറഞ്ഞത്, എന്തിനാണ് ഡൈനാമിക്? സ്റ്റേഷനറി അല്ലെങ്കിൽ സ്റ്റാറ്റിക് റാമിന്റെ അകത്തും പവർ സപ്ലൈ പോകുമ്പോൾ പോകും, പക്ഷെ പവർ സപ്ലൈ ഉള്ളപ്പോൾ അത് സ്റ്റാറ്റിക് ആണെന്നാണ് പറഞ്ഞത്. DRAMന്റെ കേസിൽ പവർ സപ്ലൈ ഉള്ളപ്പോഴും അത് ഡൈനാമിക് ആണ്. അതിന്റെ അകത്തുനിന്ന് കണ്ടന്റ് ലോസ് ആവും, കാരണം അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു സ്റ്റോറേജ് കപ്പാസിറ്റർ വെച്ചിട്ടാണ്. അപ്പൊ കപ്പാസിറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കും, അതിന്റെ വാല്യൂ എപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, വാല്യൂ ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അത് 0ഉം 1ഉം ആയിരിക്കും വരുന്നത്, ഉണ്ടോ? അപ്പൊ ആ ഡിസ്ചാർജ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഡിസ്ചാർജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റിഫ്രഷിംഗ് സർക്യൂട്ടറി യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് പറയുന്നത്, പക്ഷെ ഭയങ്കര ഫാസ്റ്റും ആണ്. DRAM ഇതൊരു DRAM അറയുടെ, മുമ്പേ നമ്മൾ കാണിച്ച പോലെ തന്നെ ഒരു DRAM അറയുടെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റോ അഡ്രസ്സും, അതായത് എത്രാമത്തെ റോയിൽ എത്രാമത്തെ കോളം. ഇതുപോലെ ഇരിക്കും. അപ്പൊ ഇത് റോയാണ്, ഇങ്ങനെ താഴോട്ട് കോളമാണ് വരുന്നത്. അപ്പൊ ഇവിടെ റോ അഡ്രസ്സും കോളം അഡ്രസ്സും തന്നിട്ടുണ്ടാവും. അപ്പൊ എത്രാമത്തെ റോയിൽ എത്രാമത്തെ കോളത്തിൽ പോകണം, അല്ലെങ്കിൽ ഏത് വേർഡാണ് റീഡ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും.
പിന്നെ വരുന്നത് റീഡ് ഒൺലി മെമ്മറിയാണ്. അതായത് റോം എന്ന് പറയും. ഇവിടെ റോം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് മെമ്മറി അല്ലെ, അതായത് സർക്യൂട്ട് ഓൾറെഡി നമ്മൾ ഫേം വയർ എന്ന് പറയും അല്ലെ, അതാണ് കറക്റ്റ്. അതായത് നമ്മൾ സർക്യൂട്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത് അതിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കും. പിന്നെ അതിനകത്ത് കണ്ടന്റ് റീഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് റാൻഡംലി ആയിരിക്കും നമ്മൾ റീഡ് ചെയ്യുക. അപ്പൊ ഈ കണ്ടന്റ് പെർമനന്റ് സ്റ്റോറേജ് ആയതുകൊണ്ടാണ് ഇതിനെ റീഡ് ഒൺലി മെമ്മറി എന്ന് പറയുന്നത്. ഇവിടെയും സെയിം സ്ട്രക്ചർ ആണ് കേട്ടോ. കണ്ടന്റ് സ്റ്റോർ ചെയ്യുന്ന മെക്കാനിസം മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ലാതെ ഈ മെമ്മറിയുടെ ബാങ്ക് സ്റ്റോർ അല്ലെങ്കിൽ മെമ്മറി ചിപ്പുകൾ സ്റ്റോർ ചെയ്യുന്നതും അത് അഡ്രസ് ചെയ്ത് തിരിച്ചെടുക്കുന്നതും എല്ലാം സെയിം ആണ്. ചിപ്പ് സെലക്ട് ഉണ്ട്, അഡ്രസ് എം ബിറ്റ് അഡ്രസ്സും അതിൻ്റെ അകത്ത് ഉണ്ടാവും. 2^2 m into n ROM has 2^2 m words of n bits each. അപ്പം എനിക്കൊരു 2^2 4 into 8 റോം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 2^2 4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 2^2 3 8 ആണ് 64 അല്ലെ. 64 വേർഡ്സ് വിത്ത് 8 ബിറ്റ് ഉണ്ടാവും. ഓരോ വേർഡിലും 8 ബിറ്റ് ഉണ്ടാവും. ഇതിന്റെ ഫസ്റ്റ് വേർഡാണ് 0 to 7 ഉണ്ടോ, 8 ബിറ്റ് ഉണ്ട് ഇവിടെ. ഇങ്ങനെ 8 ബിറ്റ് ഉള്ള ഫസ്റ്റ് വേർഡാണിത്. ഇതിന്റെ സെക്കൻഡ് വേർഡ്. അങ്ങനെ എനിക്ക് 64 വേർഡ്സ് കാണും. അതാണ് അതിന്റെ മീനിങ്. ഓരോ വേർഡിലും 8 ബിറ്റ് വെച്ചിട്ട്. ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ഷോർട്ട് ഒരു ചെറിയ പോർഷൻ ആണ് കഴിഞ്ഞ ബ്ലോക്കിൽ നമ്മൾ കണ്ടത്. പിന്നെ റോം തന്നെ പല രീതിയിലുണ്ട്. മാസ്ക്ഡ് റോം, മാസ്കിംഗ് റോം, അത് ഡിവൈസ് മാനുഫാക്ചേഴ്സ് ചെയ്യുന്നതാണ്. അതായത് നമുക്കിപ്പോ നമ്മളൊരു സിസ്റ്റം വാങ്ങിച്ച് കസ്റ്റമൈസ് ചെയ്യണം എന്ന് വിചാരിക്കുക. അതിൻ്റെ അകത്ത് എങ്ങനെ മെമ്മറി ലോഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു റോം പ്രോഗ്രാമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ അവർ വെച്ച് തരും. അതിനെയാണ് നമ്മൾ മാസ്കിംഗ് റോം എന്ന് പറയുന്നത്. പിന്നെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി അത് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ മാസ്കിംഗ് റോം ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടായിരിക്കും വരിക. അതുപോലെ അതിന്റെ അടുത്ത ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് പ്രോഗ്രാമബിൾ റോം. അപ്പം പ്രോഗ്രാമബിൾ റോമിന്റെ അകത്ത് നമുക്ക് പ്രോഗ്രാമിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ ചില വാല്യൂസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർ ചെയ്തതിന് കണ്ടന്റിനെ മാറ്റാൻ പറ്റും. അപ്പൊ അത് ഇറിവേഴ്സിബിൾ ആണ്. ഓൾറെഡി മാനുഫാക്ചേഴ്സ് ചെയ്ത് വെച്ചതിനെ നമ്മൾ ഓവർ റൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അത് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റും എന്നുള്ളതിന് എന്തോ ഒരു നിയമമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ പ്രോഗ്രാമബിൾ റോം, ഇറൈസബിൾ പ്രോഗ്രാമബിൾ, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അതായത് ഷോർട്ട് വേവ് റേഡിയേഷൻസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ടു അൾട്രാവയലറ്റ് ലൈറ്റ് അതൊക്കെ യൂസ് ചെയ്ത് ഓൾറെഡി മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷനെ നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്ത് പുതുതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇലക്ട്രിക്കലി ഇറൈസബിൾ, അൾട്രാവയലറ്റ് റേസിന് പകരം ഇലക്ട്രിക്കൽ സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടന്റിനെ ഇറൈസ് ചെയ്ത് റീറൈറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഫ്ലാഷ് മെമ്മറിയാണ്. അത് നോൺ വോളറ്റൈൽ സെമി കണ്ടക്ടർ മെമ്മറിയാണ്. എന്ന് പറഞ്ഞാൽ എന്താ, റോം തന്നെയാണെന്ന് അർത്ഥം. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോവില്ല, പെർമനന്റ്ലി സ്റ്റോർഡ് ആണ്. പക്ഷെ അത് എന്തായിരിക്കും, റീറൈറ്റബിൾ ആണ്. ഒരു പരിധി വരെ കുറെ പ്രാവശ്യം നമുക്ക് അതിനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് പോർട്ടബിൾ ആണ്, ലെസ് വെയിറ്റ് ആണ്,
അത് നമ്മൾ സാധാരണഗതിയിൽ ക്യാമറകളിലൊക്കെ അത് യൂസ് ചെയ്യാറുണ്ട്, മൊബൈൽ ഫോൺസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. വൈഡ്ലി യൂസ്ഡ് ഇൻ USB മെമ്മറി, SD, മൈക്രോ SD മെമ്മറി കാർഡ് ഇൻ ക്യാമറാസ്, മൈക്രോഫോൺസ് ആൻഡ് റെസ്പെക്റ്റീവ്. അപ്പൊ അത് ശരിക്കും റോമാണ്, പക്ഷെ ഫ്ലാഷ് മെമ്മറി ആയതുകൊണ്ടാണ്. ഇലക്ട്രിക്കൽ സിഗ്നൽസ് വെച്ചിട്ടാണത് റിമൂവ് ചെയ്യുന്നത്. ഇതിനകത്ത് 2 ടൈപ്പ് ഫ്ലാഷ് മെമ്മറി ഉണ്ട്, നാൻഡ് ഫ്ലാഷ് മെമ്മറിയും നോർ ഫ്ലാഷ് മെമ്മറി. നാൻഡ് ഫ്ലാഷ് മെമ്മറിക്ക് പെർഫോംഡ് ബൈ പേജിംഗ് ദ കണ്ടന്റ്സ് ടു RAM. The only a block of data accessed, not an individual byte or word. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു പോർഷൻ റീറൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ കുറെ ഡേറ്റ ഇരിപ്പുണ്ട്, നമുക്ക് ഈ ഒരു ഒറ്റ ലൈൻ മാത്രം റീറൈറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഫുൾ ആ ഒരു ബ്ലോക്ക് ഒരുമിച്ച് റീറൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? സെലക്റ്റീവ് റീറൈറ്റിംഗ് ഇല്ല. പക്ഷെ നോർ ഫ്ലാഷ് മെമ്മറി ആണെങ്കിൽ സെലക്റ്റീവ് റീറൈറ്റിംഗ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ ബൈറ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വേർഡ് ആയിട്ട് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബ്ലോക്കിൽ ടാബുലർ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡറി മെമ്മറി നിങ്ങൾക്ക് പഠിക്കാമല്ലോ അല്ലെ, ഡിസ്കും ഓൾറെഡി സ്കൂളിലൊക്കെ പഠിച്ചല്ലേ. അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരാം. ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സീക്ക് ടൈമും ലാറ്റൻസി ടൈമും ആണ്. പിന്നെ ഒപ്റ്റിക്കൽ മെമ്മറി അപ്പൊ പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. റെയ്ഡ് നോക്കിക്കോണേ. Redundant array of independent disk. എന്ത് ഫുൾ ഫോം? തന്നിട്ടില്ലേ? റെയ്ഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഫുൾ ഫോം. Redundant array of inexpensive disk. ഇവിടെ അതിൻ്റെ അകത്ത് ക്യാഷ് ആണ് പറയുന്നതെന്ന് തോന്നുന്നു. ക്യാഷ് മെമ്മറിയുടെ പറയോ? അത് പഠിച്ചിട്ടില്ല. റെയ്ഡ് പഠിച്ചിട്ടില്ല. ബാക്കി അതൊന്ന് പറയാവോ? റെയ്ഡ് മാത്രം. റെയ്ഡ് സാധാരണഗതിയിൽ നമ്മൾ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് ഫോം ആണ്. ഇത് ഫിഗർ കാണിക്കുന്ന പോലെ തന്നെ പല ഡിസ്കുകളായിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. അതായത് ഡേറ്റ സ്ട്രൈപ്പിംഗ് ഇൻക്രീസസ് ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡ്. അതായത് ഇവിടെ ഉണ്ടോ n ബ്ലോക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പൊ റെയ്ഡ് ലെവൽ 0 എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് സ്പ്ലിറ്റിംഗ് ഡേറ്റ വിത്ത് നോ പ്രൊട്ടക്ഷൻ എഗനസ്റ്റ് ദ ഡിസ്ക്. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ മിററിംഗ് എന്ന് പറഞ്ഞാൽ ആ ഇരിക്കുന്ന കണ്ടന്റിന്റെ ഒരു ഫോട്ടോ കോപ്പി അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ എടുത്ത് വേറെ എവിടെയെങ്കിലും കുറച്ച് സ്ഥലത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ആക്ച്വൽ ഡേറ്റ മിസ്സായി പോയാലും നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന കോപ്പിയിൽ നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മിററിംഗ് പ്രൊട്ടക്ട്സ് ഡേറ്റ ഫ്രം ഡിസ്ക് ഫെയിലിയേഴ്സ്. If one disk fails, then the same disk is accessed from the copy of data stored in another disk. ഇതാണ് റെയ്ഡിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് പല ലെവലിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. റെയ്ഡ് ലെവൽ 0 അതിൻ്റെ അകത്താണെങ്കിൽ ബ്ലോക്ക് സ്പ്ലിറ്റിംഗ് ആയിരിക്കും ഉണ്ടാവുക. ലെവൽ 1 പ്രൊട്ടക്ട്സ് ഡേറ്റ ബൈ ഇംപ്ലിമെന്റിങ് മിററിംഗ് ഡയറക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമായിരിക്കും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർഡ് ഡിസ്കിലൊക്കെ ഈ ട്രാക്കിയം സെക്ടറും ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ സ്ട്രിപ്പ് 1, സ്ട്രിപ്പ് 2, സ്ട്രിപ്പ് 3 എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ സ്ട്രിപ്പ് 0 ഉണ്ട്. ഈ സെയിം സ്ട്രിപ്പ് 0 കണ്ടോ, ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. സ്ട്രിപ്പ് 4 ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സ്ട്രിപ്പ് 8, അതായത് ഇതിന്റെ നേരെ മിററാണ് ദാ ഇവിടെ ഇരിക്കുന്ന ഈ സംഭവം. അതായത് ഇതിന്റെ മിററാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു
ലെവലിൽ നിന്ന് നമുക്ക് ഡേറ്റ മിസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിൽ നിന്ന് നമുക്കത് നെക്സ്റ്റ് സെഷനിൽ നമുക്കത് കിട്ടും. പിന്നെ ലെവൽ 2-ലാണെങ്കിൽ എറർ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ബിറ്റ്സ് എക്സ്ട്രാ ബിറ്റ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അതായത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടന്റിന് എന്തെങ്കിലും എറർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എറർ ഡിറ്റക്ഷൻ മെക്കാനിസം നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് ഇവിടെ ലെവൽ 4, 5 ഒക്കെ വരുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആട്ടോ. ഷോർട്ട് നോട്ട് എഴുതാൻ നോക്കിയാൽ മതി. പിന്നെ ലെവൽ 3 വരുമ്പോൾ എറർ ഡിറ്റക്ഷൻ മെക്കാനിസം ആണ്, പക്ഷെ അവിടെ യൂസ് ചെയ്യുന്നത് പാരിറ്റി ഡിസ്ക് ചെക്കിംഗ് എന്ന് പറയുന്ന, അതായത് ഒരു പാരിറ്റി സെക്ടർ നമുക്കുണ്ടാവും. അതുകൊണ്ടോ ഇവിടെ സ്റ്റോർ ചെയ്ത് പാരിറ്റി ഡിജിറ്റലി കയറി വരുന്ന സാധനമാണ്. പാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വൺസ് ഇൻ എ ബിറ്റ് സ്ട്രീം. ഒരു ബിറ്റ് സ്ട്രീമിലുള്ള നമ്പർ ഓഫ് വൺസിന്റെ എണ്ണമാണ് പാരിറ്റി ബിറ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എറർഡ് ഡേറ്റയാണോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, കറക്റ്റ് ഡേറ്റയാണോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി പാരിറ്റി, അതായത് നമ്മുടെ ഡേറ്റ സ്ട്രീമിലുള്ള വൺസിന്റെ എണ്ണം സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പം ഇതാണ് നമ്മുടെ ഡേറ്റ സ്ട്രീം എങ്കിൽ 1 എണ്ണി നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 വൺസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആ പാരിറ്റി ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ഓപ്പറേഷൻ മെക്കാനിസം ഒക്കെ കുറേ ഉണ്ട് കേട്ടോ, അത്രയും നിങ്ങൾക്ക് പഠിക്കാനില്ല. The biggest drawback of this approach is that all disks are used single input-output operation in computation of parity bit, which slows down the disk access and also restrict the parallel access. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഈ റെയ്ഡ് ലെവൽ 3 പാരിറ്റി മെക്കാനിസം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ ഇന്റർഫേസ് മാത്രമേ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ റെയ്ഡ് 4-ലാണെങ്കിൽ നേരത്തെ ഫസ്റ്റ് വണ്ണി പറഞ്ഞ തന്നെ സ്ട്രൈപ്സ് ആണ് യൂസ് ചെയ്യുക. അതായത് നമ്മൾ ചില ട്രാക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഓരോ ഡിസ്ക് സ്ട്രിപ്സിനും അല്ലെങ്കിൽ സ്ട്രൈപ്പിങ്ങിനും നമ്മൾ എന്ത് ചെയ്യും, പാരിറ്റി ബ്ലോക്ക് കീപ്പ് ചെയ്യും. ആ ഓരോ സ്ട്രൈപ്പ് ബ്ലോക്കിനും നമ്മൾ ഇൻഡിവിജ്വൽ പാരിറ്റി ചെക്കിംഗ് മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുക. അത് ഇന്റർലീവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ 3-യെക്കാട്ടിലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും 4 എന്ന് പറയും. അയ്യോ 6ഉം 7ഉം ഒക്കെ ഇട്ടിട്ടുണ്ടോ? അതാ ഇവിടെ 4-ലാണെങ്കിൽ ഇതാ ഇൻഡിപെൻഡന്റ് ആക്സസ് ആണ്. ബ്ലോക്ക് ഈസ് ലാർജ് ആൻഡ് പാരിറ്റി സ്ട്രിപ്പ് ഈസ് ക്രിയേറ്റഡ് ഫോർ ബിറ്റ്സ് ഓഫ് ബ്ലോക്ക് ഓഫ് ഈച്ച് ഡിസ്ക്. അപ്പൊ ഇത് സെപ്പറേറ്റ് ഡിസ്കിലാണ് പാരിറ്റി സ്ട്രിപ്പ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഈ 3-യുടെ അത്രയും പ്രോബ്ലം അത് ക്രിയേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് എറർ ഡേറ്റ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. 5 ഡിറൈവ് ചെയ്തത് 4-ൽ നിന്നാണ്. 4-ന്റെ എല്ലാ അഡ്വാൻറ്റേജും അതിനുണ്ടാവും. അത് കൂടാതെ ഈ പാരിറ്റി സ്ട്രിപ്സ്, പാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വൺസ് ആണ്. അതങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം 10 ആണ് പാരിറ്റി കാണിക്കുന്നത് അത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ. പക്ഷെ റീഡ് ചെയ്യുമ്പോൾ 9 ഉള്ളൂ എങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ആ ഡേറ്റ എവിടെയോ കറപ്റ്റഡ് ആയി എന്നുള്ളതാണ്. അപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരിറ്റി യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ അവോയ്ഡ്സ് പൊട്ടൻഷ്യൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ബോട്ടിൽനെക്ക് ഫൗണ്ട് ഇൻ ലെവൽ 4. അതായത് ലെവൽ 4-ന്റെ ഒരു പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരലൽ ആക്സസിന് അത്ര പ്രോപ്പർ ആയിരുന്നില്ല, അത് ഫെയർ ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞാൽ അത് റീഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ട്രാഫിക് പ്രോബ്ലംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 6 കൊണ്ടുവന്നത്. ഇവിടെയും ഇൻഡിപെൻഡന്റ് ആക്സസ് ആണ്. സ്റ്റോർ എക്സ്ട്രാ റിഡൻഡന്റ് ഇൻഫർമേഷൻ ടു ഗാർഡ് അഗൈൻസ്റ്റ് മൾട്ടിപ്പിൾ ഡിസ്ക് ഫെയിലിയേഴ്സ്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഒരു കോപ്പിയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറ്. ഇതിപ്പോൾ ഡേറ്റയുടെ എമൗണ്ട് കൂടുന്തോറും അല്ലെങ്കിൽ നമ്മൾ ആക്സസിങ് എന്താ പറയാ മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ നിന്നുള്ള ആക്സസ് കൂടി വരുമ്പോൾ, ഇപ്പം ബാക്കപ്പ് ഒരു ഡിസ്കിലേ ഉള്ളൂ എങ്കിൽ എന്താ സോഴ്സിന് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈ ബാക്കപ്പിൽ നിന്നുള്ള ആക്സസ് റിക്വയർമെന്റ് കൂടും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ കോപ്പീസ് സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് ഈ റെയ്ഡ് 6-ന്റെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇത്രയാണ് റെയ്ഡ് എന്ന് പറയുന്നത്.
റെയ്ഡ് ഷോർട്ട് നോട്ട് വല്ല എഴുതാനായിരിക്കും ചോദിക്കുന്നത്. നിങ്ങളുടെ മാർക്ക് സിസ്റ്റം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതിനിപ്പോ ക്യാഷ് മെമ്മറി, ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് ആണ്.